Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. ഇന്ന് മാമും ഞാനും വെള്ള ഉടുപ്പിട്ടിരിക്കുന്നു. അതിന്റെ രഹസ്യം എന്തുവാ മാം? എന്തോ പറ്റി? ആക്ച്വലി നവരാത്രി ആരംഭം എന്ന് പറയുമ്പോൾ ഓരോ ഡേയ്സിനും ഓരോ കളർ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഞാനിന്നൊന്ന് ചുമ്മാ ഇതൊന്ന് ഇട്ട് നോക്കാം, വെറുതെ അലമാരി വെച്ചേക്കുന്ന എന്തിനാന്ന് വെച്ചൊന്ന് എടുത്തിട്ടതാ. അപ്പൊ നോക്കിയപ്പോ മാമ് വെള്ളം ഇട്ടിരിക്കുന്നു. നമുക്ക് നവരാത്രിയുടെ 9 ദിവസങ്ങളിൽ 9 കളർന്നൊരു ഇതുണ്ട്, കൺസെപ്റ്റ് ഉണ്ട് ജോലി. കാരണം ദേവി ആ 9 കളർ ഓരോ ദിവസവും ഓരോ കളർ ഡ്രസ്സിലാണ് വരുന്നതെന്നാണ് കൺസെപ്റ്റ്. ഹസ്ബൻഡ് അങ്ങനെ ഞാൻ ഹസ്ബൻഡ് ഞാനും അവർ ഓഫീസിൽ എല്ലാരും കൂടി ഒരുമിച്ച് അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. ഈ വർഷവും ഞാനത് ഓർമ്മിപ്പിച്ചപ്പം അവരെല്ലാരും കൂടി അത് ഇടാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പൊ പിന്നെ വീട്ടില് ഞാനും ഇട്ടേക്കാം. ഞാനിതൊന്നും അറിഞ്ഞില്ല, ഞാനിന്ന് വെറുതെ എടുത്തിട്ടതാ. ഓക്കെ. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. നിങ്ങൾക്ക് 1 മണി വരെയും ക്ലാസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോ ഫീൽ ലൈക്ക് ഫെഡപ്പ് ആവുകയാണ്. ഒരു 1 hour ആവുമ്പോ ആവുകയാണെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ്. ഓക്കെ, പറഞ്ഞാൽ മതി. ഓക്കെ, സോ പ്രെയർ ഒക്കെ കഴിഞ്ഞിരുന്നോ? കഴിഞ്ഞോ? ഓക്കെ കഴിഞ്ഞു. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, സോ ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു സുമയ ജാഫർ കാണുന്നുണ്ട്. സുമയ ഇന്നലെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ട്രൂ കോളറിന്റെ പേര് വന്ന ഞാനൊരു മീറ്റിംഗിന് കയറിയേക്കായിരുന്നു. 8:30 മീറ്റിംഗിന് കയറിയിട്ട് ഞാൻ 9:30 ഇറങ്ങിയത്. ജയദാസ് സാറിനെ പിന്നെ ഞാൻ വിളിച്ചു അത് കഴിഞ്ഞിട്ട്. ഞാൻ മീറ്റിംഗിന് ഇരിക്കുവായിരുന്നു. കാരണം ഞാൻ കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു മീറ്റിംഗ് ആയിരുന്നു. അത് കാരണമാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ. ഓക്കെ ഫൈൻ. സോ നമുക്ക് 3rd യൂണിറ്റിൽ, അതായത് പാർട്ട് 3യിലെ 3rd യൂണിറ്റ് കുറച്ച് പോർഷനും കൂടെ കഴിയാനുണ്ടായിരുന്നു. സോ അത് 2 പീരീഡും കൂടെ നമുക്കിനി ബാക്കിയുണ്ട്, അഡൾട്ട്ഹുഡിലെ 2 പീരീഡ്സ്. അപ്പൊ സോ അവിടെ കാര്യമായ കോൺട്രിബ്യൂഷൻ മറിയാം മോണ്ടിസോറിക്ക് കഴിഞ്ഞില്ല. എന്നാലും അവരുടെ ഒബ്സർവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്കത് നോക്കാം. ഞാനൊന്ന് ഷെയർ ചെയ്യാം. ആരെങ്കിലും ലീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ക്ലാസ്? ഇടയിലൊന്ന് വായിച്ചു നോക്കിയിട്ട് പറയാം മാം. മാം ചെയ്തോ, അതിന്റെ ഇടയിൽ പറയാം നോക്കിയിട്ട്. എനിവേ വായിക്കാൻ സമയമില്ല, ഞാനത് ജസ്റ്റ് പറയാമെന്നേ ഉള്ളൂ. കാരണം എനിക്ക് അടുത്ത ആഴ്ചയിലൊക്കെ അവധികൾ വരികയല്ലേ, അപ്പൊ ക്ലാസ് കുറെ പോകും. പിന്നെ വൈവ സ്റ്റാർട്ട് ചെയ്ത് തന്നെ നൈറ്റ് ക്ലാസ് എത്രത്തോളം വെക്കാൻ പറ്റുന്നറിയില്ല. മാം, നമ്മുടെ PGയുടെ എക്സാം നവംബർ ആവുമ്പോ നിങ്ങളുടെ മെയിൻ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 to 10 days സ്റ്റഡി ലീവ് തന്ന് വയ്ക്കുമായിരിക്കും. എനിക്ക് അറിയില്ല, മാമിനോടൊന്ന് ചോദിച്ചിട്ട് പറയാം. കാരണം ഓരോ സെമിനാറിന്റെ ഡിസ്കസ് ചെയ്ത് അപർണ മാമിനോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞിരുന്നു. തിരക്കിയിരുന്നു മാമത്. ആക്ച്വലി മറന്നുപോയി. ഓക്കെ, ഞാനത് ചോദിച്ചേക്കാം. മറന്നുപോയെന്ന് പറയാൻ വേറൊന്നുമല്ല, കാരണം ഞങ്ങൾ കാണുന്നത് കുറവാണ്. സാറ്റർഡേ കണ്ടെങ്കിലും അന്ന് വൈവയുടെ കുറച്ച് ഡിസ്കഷൻസിന്റെ കാര്യം, പിന്നെ എനിക്ക് ഒരു സ്കൂളിൽ പോകണമായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും അതങ്ങ് വിട്ടുപോയി. ടീച്ചറുടെ സിസ്റ്ററിന്റെ മാരേജ് കഴിഞ്ഞതിന്റെ എന്തോ ഒരു ഫംഗ്ഷന്റെ കഴിയുന്ന എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിന്റെ എന്തോ തിരക്കായിരുന്നു. കുഴപ്പമില്ല, ഒന്ന് ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. ഞാൻ ചോദിക്കാം. സെമിനാർ ഇസ് എ പാർട്ട് ഓഫ് അവർ കോഴ്സ്, അത്രയേ ഉള്ളൂ. പിന്നെ PG ചെയ്യുന്നവർക്ക് സെമിനാറിന് മാർക്ക് ഉണ്ടെന്ന് മാത്രം.
സോ തേർഡ് പീരീഡും ഫോർത്ത് പീരീഡുമാണ് നമുക്കിനി എടുക്കാനുള്ളത് അല്ലേ? Yes, ma'am. One second. Okay, so third period. നിങ്ങൾക്കറിയാം 2 സ്റ്റേജസിലെ രണ്ടാമത്തെ സ്റ്റേജ് ആയ അഡൾട്ട്ഹുഡിന്റെ ഫസ്റ്റ് ഡിവിഷൻ, ഫസ്റ്റ് പീരീഡ്, അഡൾട്ട്ഹുഡിലെ ഫസ്റ്റ് പീരീഡ്, ദാറ്റ് ഈസ് 12 to 18. അഡൾട്ട്ഹുഡിലെ ആ ഒരു ഫസ്റ്റ് പ്ലെയിൻ, ആ ഏജിൽ കുട്ടികൾ, അപ്പൊ നമ്മൾ ഏകദേശം ഒരു 12 ഇയേഴ്സ് വരെ, 0 to 6 to 12 ഇയേഴ്സ് അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ ലെസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ 0 to 6 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ ഓരോ ഏരിയയിലെ ഡെവലപ്മെന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമായിരുന്നു. ഓക്കെ, 6 to 12 ഇയേഴ്സിൽ അവർക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ചസും മെന്റൽ ചേഞ്ചസും ജസ്റ്റിസിനെ കുറിച്ചും സോഷ്യലൈസ് ചെയ്യുന്നതും ഒരു വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കാര്യങ്ങളും പിന്നെ അവരുടെ മോറൽ വാല്യൂസ് വരുന്നതും ഇങ്ങനെയുള്ളതൊക്കെയായിരുന്നു 6 to 12 ഇയേഴ്സിൽ. കാരണം അതുവരെയും അവർക്ക് ആ വാല്യൂസ് അവരുടെ ഒരു കോൺക്രീറ്റ് ഐഡിയയിൽ മാത്രം അവർ പോയിരുന്നത്. ഒരു 6 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ കുറച്ചേ അവർക്ക് അബ്സ്ട്രാക്ട് ഐഡിയാസ്, ഇല്ലാത്ത കാര്യമാണെങ്കിൽ അവർക്ക് അസ്യൂം ചെയ്ത് അതിന്റെ ഒരു പിക്ചർ അവർക്ക് കിട്ടും. പിന്നെ അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ഒക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് തേർഡ് പീരീഡ് ആണ്, 12 to 18 ഇയേഴ്സ് ആണ്. മറിയ മോണ്ടിസോറി പറയുന്നത് അഡോളസെൻസ് എന്ന് പറയുന്നത് ഒരു വല്ലാതെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രായമാണ്. നമുക്കും അറിയാം അഡോളസെൻസ് പീരീഡിലെ കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും. സസെപ്റ്റിബിലിറ്റി അവരെ അഫക്റ്റ് ചെയ്യുന്നു പല ഫാക്ടേഴ്സും. ഈവൻ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പെട്ടെന്ന് ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കത് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരുന്നില്ല. ഈ ഒരു ടൈമിലായിരിക്കും ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ വരുന്നത്. ബ്രേക്കപ്സ് വരുമ്പോൾ, ഈ ഒരു ഏജ് വരുമ്പോൾ അവർക്കതിനെ താങ്ങാനായിട്ട് പറ്റില്ല. അപ്പോ പലരും ചിലപ്പോ അത് ശരിയായ രീതിയിൽ അവരത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർ വയലൻസിലേക്കും ക്രൈമിലേക്കും ഒക്കെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ ഒരു പ്രായം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അവരെ അഫക്റ്റ് ചെയ്യുന്നു. ഈവൻ അവരെ ആരെങ്കിലും അവരെ കളിയാക്കുവാണെങ്കിൽ അവർക്കത് സില്ലി ആയിട്ട് എടുക്കാൻ പറ്റില്ല, ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് അവരെ അഫക്റ്റ് ചെയ്യും, അങ്ങനെയുള്ളത്. പിന്നെ അവർക്ക് കൂടുതലും സോഷ്യലൈസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരു പ്രായമാണ്. സോഷ്യൽ ഗെയിംസ് അതായത് അവരുടെ ഒരു വൈബിൽ വരുന്ന കുട്ടികളുമായിട്ട്, വൈബ് എന്നാണ് പറയുന്നത്, നമ്മളുടെ സമയത്തൊക്കെ വൈബിൽ എന്ന് പറഞ്ഞത് ഇപ്പൊ വൈബ് എന്നുള്ള വേർഡുമായിട്ട് റീപ്ലേസ് ആയിട്ടുണ്ട്. അപ്പൊ പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും അവരിലുണ്ടാകുന്നു. അതുപോലെ തന്നെ അവരുടെ ഫിസിക്കലും മാറ്റം വരുന്നു. കുറച്ചുകൂടെ ബോയ്സിന്റെ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ അവരങ്ങ് സ്ട്രെങ്ത് ആവുന്നു, സ്ട്രോങ് ആകുന്നു, ബോഡിയിലെ പല ചേഞ്ചസ് ഉണ്ടാകുന്നു. പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ പ്യൂബർട്ടിയുടെ ഒരു ടൈം, പെൺകുട്ടികളിലും അവരുടെ വോയിസ് കുറച്ചുകൂടെ സ്വീറ്റ് ആവുന്നു, ബോയ്സിന്റെ വോയിസിൽ കുറച്ച് മാറ്റം, മനസ്സിലായിട്ട് റഫ്നെസ് പോലെയൊക്കെ വരും. പിന്നെ ഷേപ്പ്, ബോഡി ഷേപ്പ് ഒക്കെ മാറും. ആ ഒരു റിഥം ഒക്കെ വരും അവരുടെ നടത്തത്തിലും ഒക്കെ ആയിട്ട് ഒരു ഇത് വരും. പിന്നെ സംടൈംസ് അവർക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അവർ പോകാനായിട്ട് തോന്നും. കാം ആൻഡ് സോളിറ്റ്യൂഡ്, അതിന്റെ അർത്ഥം ലോൺലിനെസ് എന്നല്ല, അവർ ഇഷ്ടപ്പെടുന്നു ചില സമയത്ത് ആ ഒരു കാര്യങ്ങൾ. ഒരു പക്ഷെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, ഈവൻ ചിലപ്പോൾ പഠിക്കുമ്പോൾ ആണെങ്കിലും അവർക്കൊരു കാം പ്ലേസ് അല്ലെങ്കിൽ ക്വയറ്റ് പ്ലേസ്, ഒരു സോളിറ്റ്യൂഡ് അവർ ആഗ്രഹിക്കും. അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബുക്ക് റീഡിംഗ് ഒക്കെ, നമ്മളുടെ ഇപ്പോൾ ടൈമിൽ ബുക്ക് റീഡിങ് ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു ടൈമായിരുന്നു. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സർട്ടൻ ഹോബി ഉണ്ടെങ്കിൽ ആ ഹോബിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയുന്ന ഒരു പ്രായമായിരുന്നു. ഇപ്പം ഡെഫിനറ്റ്ലി വേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാലഘട്ടത്തിനനുസരിച്ച്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സോളിറ്റ്യൂഡ് അവർ ആഗ്രഹിക്കും. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവര് ലോൺലിനെസ് അല്ല എന്നുള്ളത്. പിന്നെ അവര് ഫാമിലിയിൽ തന്നെയാണ്, ഈവൻ ദോ ആ ഫാമിലിയിൽ തന്നെയാണെങ്കിലും അവർക്കൊരു
അവർക്ക് ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു താല്പര്യം വരും. അവരവരുടേതായ ഒരു മുറി പണിത് അതിനുള്ളിൽ ജീവിക്കുന്ന പോലെ ആയിട്ട്. ബട്ട് സംടൈംസ് ഇതിനൊരു പ്രശ്നം പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസി അത്ര കാര്യമായി ഈ ഒരു പ്രായങ്ങളിലൊന്നും, നമ്മളുടെ ചെറുപ്പകാലങ്ങളിലൊന്നും നമുക്ക് കിട്ടാറില്ല. എൻ്റെ അമ്മ പറഞ്ഞു കേൾക്കാറുണ്ട്. ഈവൻ ഞങ്ങളുടെ മാരേജ് വരെ ഞങ്ങൾക്ക് വരുന്ന ഒരു ഏത് ഫോൺ കോൾ ആണെങ്കിലും ഒരു ലെറ്ററൊക്കെ വരുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും അവർ ശ്രദ്ധിക്കും. അവർ പറയുന്നത്, അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മാരേജ് വരെ നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസിനും ഞങ്ങളുടെ ഒരു ശ്രദ്ധ വേണം. കാരണം എവിടെയെങ്കിലും ഒന്ന് ഡീവിയേറ്റ് ആയി പോകുമ്പോൾ ഒന്ന് വഴി കാണിച്ചു തരണമല്ലോ. ആഫ്റ്റർ മാരേജ് അത് പിന്നെ അവരെ ബോദർ ചെയ്യുന്നില്ല. എന്നാലും നമുക്ക് എന്തെങ്കിലും ടെൻഷൻസ് വന്നു കഴിഞ്ഞാൽ അവരെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളോട് അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു, പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രൈവസി വളരെ കൂടുതൽ. ഓക്കെ, ഏതോ ഒരു വീഡിയോയിൽ കണ്ടു, അമ്മ നോക്ക് ചെയ്യാതെ മകളുടെ റൂമിലേക്ക് കയറി വന്നതിന് മകള് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അമ്മയ്ക്കൊന്ന് നോക്ക് ചെയ്തിട്ട് വന്നൂടെ റൂമിലേക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടി. ഒരു അമ്മ മോളുടെ റൂമിലേക്ക് കയറാൻ എന്തിനു നോക്ക് ചെയ്യണം എന്നുള്ളത് ഇപ്പം അച്ഛൻ മോളുടെ റൂമിലേക്ക് കയറാനോ അല്ലെങ്കിൽ അമ്മ മോന്റെ റൂമിലേക്ക് കയറാനോ, ഡ്രസ്സ് മാറുമൊക്കെ ആണെങ്കിൽ, ഈവൻ ദോ അമ്മയും അച്ഛനും ആണെങ്കിൽ തന്നെയും കുട്ടി വലുതായല്ലോ. സോ അങ്ങനെ അമ്മ നോക്കിയാതെ കയറിയതിന് കുട്ടി ഭയങ്കരമായിട്ട് ഷോട്ട് ചെയ്യുന്നു. അപ്പൊ ഇവരുടെ പ്രൈവസി ഇവര് ഭയങ്കരമായിട്ട് ആ പ്രൈവസി ഇത്തിരി ലിമിറ്റിന് മുകളിലേക്ക് പോകുന്നുണ്ടോ എന്നിട്ട് സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അപ്പം പക്ഷെ ഈവൻ ദോ അവരങ്ങനെ ഒരു പ്രൈവസി അവര് ആക്കി വെച്ചാലും ഒരു പ്രശ്നം വരുമ്പോ അവരുടെ ഒരു റൂം, ഞാൻ ഈ റൂം ഉദ്ദേശിക്കുന്നത് കൺസ്ട്രക്ട് ചെയ്തൊരു റൂം തന്നെ കേട്ടോ ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഈ നമ്മള് ഒരു എന്താ, മനസ്സിലായോ നിങ്ങൾക്ക്? ഒതുങ്ങിക്കൂടുക. അതന്നെ. അതല്ല, ഒരു ഒറിജിനൽ റൂം അല്ല ഉദ്ദേശിച്ചത്. അവരുടെ ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിനുള്ളിൽ അവര് ഇരിക്കും, ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് എൻട്രി ഇല്ലാത്ത പോലെ. പക്ഷേ ഒരു പ്രോബ്ലം വരുമ്പോ ഇവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോ ആ റൂമിന് നിറയെ ജനലും വാതിലുകളും ഉണ്ടെന്നും അത് ഏതെങ്കിലും ഒന്ന് നമുക്ക് വേണ്ടി ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ഉറപ്പ് നമുക്കും അവർക്കും ഉണ്ടാകണം. ആ ഒരു രീതിയിലുള്ള പ്രൈവസി ആകാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഓക്കെ, അവർക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടാകും, ഹെസിറ്റേഷൻസ് ഉണ്ടാകും, സംടൈംസ് ഡിസ്കറേജ്മെന്റ് അല്ലെ. ചില കുട്ടികൾ ഭയങ്കര ഒതുങ്ങി കൂടിയിട്ട് ഞാനത് ചെയ്യുന്നില്ല, ഞാനത് ചെയ്തത് ശരിയല്ല. സ്കൂളിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ആയിട്ടുള്ളതാകുമ്പോൾ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ ചില കുട്ടികൾ പറയില്ലേ, ഞാനത് ചെയ്തത് ഞാൻ ശരിയാവില്ല. ഞാൻ എൻ്റെ ഈ ഏജിൽ ഞാൻ പറയുകയാണ്, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് കോൺവെക്കേഷന്റെ പ്രോഗ്രാം വരുമ്പോൾ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ആക്റ്റീവാണ്, നല്ല ഡാൻസ് ഒക്കെ ചെയ്യും കേട്ടോ. ഞാൻ മാത്രമല്ല വീട്ടിലിരുന്ന് ചെയ്യുന്നത്. അവരെപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണുന്നവരാണ്, അവർക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ടൊന്നുമല്ല, ഞാൻ ഡാൻസ് ചെയ്ത് ശരിയാവില്ല എന്നുള്ള ഒരു കോൺഷ്യസ് മൈൻഡ്. അപ്പം എപ്പോഴും എന്നെ വിളിക്കും ഡാൻസിന് കൂടണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറയും, നിങ്ങൾ നല്ലതുപോലെ പെർഫോം ചെയ്ത് നമ്മുടെ കുട്ടികൾ ഹാപ്പി ആവട്ടെ, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഞാൻ സ്വയം എന്നെ ഒന്ന് ഡിസ്കറേജ് ചെയ്യുന്നതായിട്ട് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നു. പിന്നെ അവർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, അഷൈംഡ് ഈസിലി, പെട്ടെന്ന് അവരൊരു നാണക്കേട് പോലെ ആയിത്തീരും. അഷൈംഡ് ഈസിലി ആൻഡ് ലാക്ക് കോൺഫിഡൻസ്. ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് ഞങ്ങളുടെ കോഴ്സിൽ ഞങ്ങളെ ബലപ്പെടുത്താനാണോ എന്തോ അറിയില്ല, റാഗിങ് ഒക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ചിലർക്ക് നമുക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ അതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിരുന്നല്ലോ. പക്ഷെ അന്നത്തെ ആ ഒരു പ്രായത്തില് നമ്മൾക്ക് ആകെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുവാണോ അങ്ങനെയൊക്കെ ഒരു ഫീല് ഉണ്ടായിരുന്നു. അപ്പോ ഞങ്ങൾക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ വരുമ്പോ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, ക്രിസ്മസ് ഫ്രണ്ടിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു പീരീഡില്ല, ഈ ഒരു ഫസ്റ്റ് തേർഡ് പീരീഡില്, ഈ അഡൽട്ട്ഹുഡിലെ ഫസ്റ്റ് പ്ലെയിൻ. അപ്പം ഈ ഒരു ടൈമില് ആ ഗിഫ്റ്റ് എക്സ്ചേഞ്ചില് ചില നോട്ടിയായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യും. ലൈക്ക് ആൺകുട്ടികൾക്ക് സാനിറ്ററി പാഡൊക്കെ അങ്ങനെ ഗിഫ്റ്റ് പോലെ പാക്ക് ചെയ്ത് കൊടുക്കും. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കണം അങ്ങനെ. അപ്പൊ അന്നത്തെ ഒരു 25 ഇയേഴ്സ് ബാക്കുള്ള കാര്യം. ഇന്നിപ്പോ സാനിറ്ററി പാഡ് നമ്മൾ പൊതിഞ്ഞ് അല്ലെങ്കിൽ കയ്യിൽ വെച്ച് കൊണ്ടുപോകും, അത് ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ കാലഘട്ടം മാറിയിരിക്കുന്നു. മറ്റേത് ആ മെഡിക്കൽ ഷോപ്പുകാർ അത് കവർ ചെയ്ത് ആരെയും കാണാത്ത രീതിയിലൊക്കെ തരും.
ഇപ്പം ബോയ്സ് അമ്മയ്ക്ക് വേണ്ടി മകൻ പോയി വാങ്ങുന്നുണ്ട്, വൈഫിന് വേണ്ടി ഹസ്ബൻഡ് പോയി വാങ്ങുന്നുണ്ട്. അതിലൊരു ഇതൊന്നും ആരും കാണുന്നില്ല. അപ്പൊ അന്നെന്ന് പറഞ്ഞിട്ട് 25 വർഷം മുമ്പെന്ന് പറയുമ്പോഴേക്കും ഇതൊരു മറ്റുള്ളവരുടെ മുമ്പിൽ തുറക്കുന്നു, അത് കാണുമ്പോഴേക്കും ബാക്കി എല്ലാരും ചിരിക്കുന്നു. അപ്പൊ എനിക്കൊക്കെ ഒരു പയ്യന്റെ കണ്ടപ്പോ എനിക്ക് അതൊരു സാധുവായിരുന്നു, അതിനായിരുന്നു കിട്ടിയത്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി അന്നത്തെ ഒരു ദിവസം. പിന്നെ ഗേൾസിന് ഇവര് ഷേവിങ് ജെല്ലും റേസറും ഒക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. അപ്പൊ അതൊക്കെ ആ ഒരു പ്രായത്തിൽ നമ്മൾക്ക് ഭയങ്കരമായിട്ട് നമ്മൾ നാണം കെട്ട് പോകുന്നത് ഈസിലി ആയിട്ട് നമ്മൾ ആ ഒരു കുറെ ദിവസത്തേക്ക് അത് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കോൺഫിഡൻസ് കുറയും. പിന്നെ എപ്പോഴേലും മാർക്ക് കുറയുമ്പോൾ പലപ്പോഴും കുട്ടികളിൽ കാണുന്ന ഒരു ഇതാണ്, ഭയങ്കരമായിട്ട് അവർ സ്ട്രെസ്ഡ് ആകും, അവർക്ക് കോൺഫിഡൻസ് കുറയും. പിന്നെ ചില ടീച്ചേഴ്സ് വിളിച്ചു പറയുമല്ലോ മാർക്ക്, അങ്ങനെ ചെയ്യുമ്പോഴേക്കും അതും ഭയങ്കര ഒരു പ്രശ്നമാവും. അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ അവരുടെ കോൺഫിഡൻസ് സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ഒരു ഏജില്. ഓക്കെ, മറിയം മോണ്ടിസോറി ഇൻകേപ്പബിൾ ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യാനായിട്ട്. പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ അവര് സ്പെസിഫിക് ആയിട്ട് പറയുന്നിട്ടുണ്ട്. അഡോൾസൻസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യൂ, എന്നിട്ട് നമുക്ക് ഓരോരോ പോയിന്റ് പറഞ്ഞു പോവാം. 1, 2, 3, 4 എന്നുള്ള കാര്യമുണ്ട്. മറിയം മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഓർ എനിത്തിങ് യു ക്യാൻ ആഡ് പ്ലീസ്. മാം ഇപ്പോ പറഞ്ഞില്ലേ ഈ ഒരു കുട്ടികളുടെ മാർക്കിന്റെ കേസ് പറഞ്ഞില്ലേ, അത് മാം ഇപ്പൊ പറഞ്ഞപ്പോ നമ്മളിപ്പോ ഫേസ് ചെയ്തൊരു പ്രോബ്ലംസ് ആണ് ആസ് എ ടീച്ചേഴ്സ്. നമുക്കിപ്പം ഇപ്പൊ പുതിയൊരു റൂള് വന്നിട്ടുണ്ടല്ലോ, സ്കൂളിൽ എല്ലാവരും അറിഞ്ഞു കാണും, ഹൈസ്കൂളിൽ സേ ഉണ്ട്, എല്ലാ ക്ലാസ്സിലും സേ എക്സാമിനേഷൻ ഉണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് ടേമിന് മാർക്ക് കുറഞ്ഞു വാങ്ങിച്ച കുട്ടികൾക്ക് എല്ലാം, അതായത് ഫെയിൽ ആയവർ ബിലോ 30 എന്ന് പറയുന്നത് എല്ലാവരും സേ ടെസ്റ്റ് എഴുതണം. അപ്പൊ അത് കുട്ടികളിൽ ഒരു വല്ലാത്തൊരു, എനിക്ക് ചില കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയോണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക്, അതായത് 8th 9th ഒക്കെ അത് നല്ലോണം എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കിപ്പോ അടുത്ത മീറ്റിംഗിൽ പറഞ്ഞതാണ് കേട്ടോ, ഇതേപോലെ ഒരു കൗൺസിലർ ഒരു മാഡം പറഞ്ഞതാണ്, കുട്ടികളെ മെന്റലി നമ്മൾ ഹേർട്ട് ചെയ്യരുത്. അപ്പൊ അവരെ മെയിൻ ആയിട്ട് കമ്പാരിസൺ, അഡോളസൻസിലെ കുട്ടികൾ ഒട്ടും സഹിക്കാത്തൊരു കാര്യമാണ് താരതമ്യം ചെയ്യുക, കമ്പാരിസൺ. അപ്പൊ അവരിപ്പോ വീട്ടിൽ വരുമ്പോ അമ്മ പറയണം നിന്റെ ഫ്രണ്ടിന് പഠിക്കാം, നിനക്ക് എന്തുകൊണ്ട് ആയിക്കൂടാന്നൊരു ചോദ്യം വരുമ്പോഴേ കുട്ടി മെന്റലി അപ്സെറ്റ് ആവുകയാണ്. അപ്പോ അതേപോലെ തന്നെ മാർക്ക് കുറഞ്ഞു ഇനി സേ എഴുതണം, ഈ ഒരു രീതിയിൽ കുട്ടികളുള്ള ഹരാസ്മെന്റ് മാക്സിമം പേരൻസും ടീച്ചേഴ്സും നല്ലോണം കുറച്ചില്ലെങ്കിൽ സ്യൂസൈഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് കുട്ടികളിൽ ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത്, മെയിനായിട്ടും അഡോളസൻസ്. ഇപ്പൊ മാം പറഞ്ഞ പോലെ ഒരുപാട് ഭയങ്കര സിവിയർ ആണ് അവരുടെ ഇമോഷൻസ്. കൊച്ചുകുട്ടികളുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് പോലെ അവർക്ക് ഇപ്പം പ്രണയം, ഇപ്പൊ ഈ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവര് നേരെ ചിന്തിക്കുന്ന എന്താ, അവനില്ലാതെ അല്ലെങ്കിൽ അവളില്ല, അപ്പോഴേ ആത്മഹത്യ. ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം ആണ്, നമ്മുടെ ഗേൾസ് സ്കൂളാണ്, ബോയ്സ് ഇല്ലാത്തതുകൊണ്ട് പെൺകുട്ടികൾ തമ്മിൽ കണക്ഷൻ തന്നെ ഭയങ്കരമായിട്ട് കൂടി, അവർക്ക് പിരിയാൻ പറ്റാതെ, അതായത് പൊസസീവ്നെസ് കൂടി. 2 കുട്ടികളെ നമ്മൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. കാരണം ഇപ്പോഴും നമുക്ക് കാണാമല്ലേ ലെസ്ബിയൻ അതേപോലെ ഗേ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അതിലോട്ടൊക്കെ പോവാതെ മൊത്തത്തിലൊരു എക്സ്പെരിമെന്റ്, ഒരു പരീക്ഷണ കാലഘട്ടമാണ് സത്യത്തിൽ. പേരൻസിനും അതെ, ടീച്ചേഴ്സിനും അതെ, ഇവരോട് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരെ സ്നേഹത്തോടെ, ഞങ്ങളുടെ മീറ്റിങ്ങിലും പറഞ്ഞതാ, നിങ്ങളുടെ കുട്ടികൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ഷൗട്ട് ചെയ്യരുത്, പ്രത്യേകിച്ച് അഡോളസൻസാര് അവരെ മാക്സിമം ചേർത്ത് പിടിച്ച്, എന്താ മോളുടെ പ്രശ്നം, നമ്മളെ കൊണ്ട് പക്ഷെ ഒരിക്കലും പറ്റത്തില്ല. ഇത് പഠിപ്പിച്ച കാര്യത്തിന് മാർക്ക് കുറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ, പക്ഷെ പറ്റില്ല, അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ മൈൻഡ് ഭയങ്കര പെട്ടെന്ന് ഈ തൊട്ടാവാടി സെൻസിറ്റീവ് ആണ്, ഓവർ സെൻസിറ്റീവ് ആണ് ഇവർ. ടീച്ചർ എന്നോട് അങ്ങനെ പറഞ്ഞു, ആദ്യമേ അവരുടെ മനസ്സിൽ പ്രതികാര ബുദ്ധിയാ തോന്നുന്നത്. അപ്പോ ഈ ഒരു രീതിയിൽ നല്ലൊരു മീറ്റിംഗ് നമുക്കിങ്ങനെ ഉണ്ടായിരുന്നു. കുട്ടികളോട് നല്ല പേഷ്യൻസ് ആണ്, കമ്പാരിസൺ ചെയ്യരുത്. പേരൻസിനോടും, ചില പേരൻസ് ഉണ്ട് മാം, അവർക്ക് കുട്ടികൾ ഫസ്റ്റ് വാങ്ങിക്കണം, അവരുടെ ഒരു പ്രശ്നങ്ങളും ഇവർ കേൾക്കാൻ തയ്യാറല്ല, എന്റെ കുട്ടി ഫസ്റ്റ് വാങ്ങിക്കണം. സേ എഴുതുമ്പോൾ അവർക്ക് ഭയങ്കര നാണക്കേടാണ്. അപ്പൊ അതൊക്കെ പേരൻസിനോടും പറഞ്ഞൊന്ന് അവെയർ ചെയ്യിപ്പിക്കുക. കുട്ടികളുടെ ഈ ഒരു പ്രവണത, ഈ ആത്മഹത്യാ പ്രവണത ഇപ്പൊ കൂടുതലാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇതിന്റെ ഉപയോഗം ക്രമേണ പെട്ടെന്ന് എടാ ഫോൺ താ, അല്ലെങ്കിൽ മോടി ഫോൺ ഇങ്ങത്താ, ഞാൻ കൊല്ലും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ തിരിച്ച് വാശി കാണിക്കും. അതുകൊണ്ട് പതുക്കെ മെല്ലെ അവരെ വേറെ ആക്ടിവിറ്റീസിലോട്ടൊക്കെ വിട്ട്, സ്പോർട്സിനൊക്കെ താല്പര്യമുള്ളവരെ അങ്ങനെ, പെൺകുട്ടികൾ ഡാൻസ്, പാട്ട്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, അവരെ വേറൊരു രീതിയിലോട്ട് കണക്ട് ചെയ്യാനാണ് ഇപ്പോഴത്തെ ഒരു പുതിയ രീതിയിൽ പറയുന്നത്. താങ്ക് യു.
ആക്ച്വലി ഇപ്പൊ തമന്നെ ഈ പറഞ്ഞ കാര്യമായി റിലേറ്റ് ചെയ്തൊരു മീറ്റിംഗ് ആയിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പൊ സുമയ അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോ എനിക്കൊരു ഗസ്റ്റ് വന്നു. ഒരു കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് വരുമായിരുന്നു. ഹസ്ബൻഡിന്റെ ഫ്രണ്ടും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട്. എനിക്ക് വീക്കെൻഡ്സ് ക്ലാസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പോവാതിരുന്നത്, അല്ലെങ്കിൽ ഞാനും പോവായിരുന്നു. അപ്പൊ അവർക്ക് ഫുഡ് കൊടുക്കണ്ടായിരുന്നു. അപ്പം ഞാനിത് ഏത് ബാച്ചാന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ വാട്സപ്പ് എടുത്താൽ നോക്കി. എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കണേന്ന് ഞാൻ എല്ലാ ബാച്ചിലും പറയാറുണ്ട്. പക്ഷെ മെസ്സേജ് ഒന്നും കണ്ടില്ല. അപ്പൊ ആരാന്നും പെട്ടെന്ന് മനസ്സിലായില്ല. ഓക്കെ ഫൈൻ. സോ അപ്പൊ ഇത് ഈ പറഞ്ഞ കാര്യം ഇപ്പം ആ മാർക്കിന്റെ കമ്പാരിസൺ പറഞ്ഞപ്പോ എന്റെ മോള് ക്ലാസ്സിൽ സെക്കൻഡ് ആയിരുന്നു. ടോപ്പർ ഒരു ബോയ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഈ മോളുടെ ക്ലാസ്സിൽ തന്നെ വേറൊരു പെൺകുട്ടി ഉണ്ട്. ആ കുട്ടി ജസ്റ്റ് എബോ ആവറേജ് എന്ന് വെച്ചാൽ ഒരു 80-85% അത്രയൊക്കെ ആണ് ആളുടെ ഫുഡ് പൊട്ടൻഷ്യൽ. പക്ഷെ കുട്ടിയുടെ പാരന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എല്ലായിടത്തും ഒന്നാമത് വരണം. പഠനത്തിലാണെങ്കിലും അവിടെ പ്രോഗ്രാംസ്, ഇങ്ങനെ ആർട്സ് പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ അതിലൊക്കെ കുട്ടിക്ക് പ്രൈസ് കിട്ടണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പാരന്റ് ആയിരുന്നു. ഈ കുട്ടി അതൊരു ക്ലാസ് തുടങ്ങിയിരുന്നു. പക്ഷെ ഹൈസ്കൂൾ 8th ഒക്കെ വരുമ്പോഴേക്കും 10th ഫോക്കസ് ചെയ്തുകൊണ്ടാണല്ലോ ഇവരുടെ മാർക്കൊക്കെ നോക്കുന്നത്. അപ്പം 8ാം ക്ലാസ് തുടങ്ങി കുട്ടി പറയുമായിരുന്നു, ഇത് മാർക്ക് കുറച്ച് പറയണം. എന്റെ പാരന്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ മോളോട് പറയും, നിന്റെ മാർക്ക് ഒന്ന് കുറച്ച് പറയണേ, ഞാൻ കുറച്ചായിരിക്കും ഞാൻ വീട്ടിൽ പറയുന്നത്. ഇവരാ ചെല്ലുമ്പോ ആദ്യം ചോദിക്കുന്നത് പ്രണവിയുടെ മാർക്ക് എത്രയാന്നാ ചോദിക്കുന്നത്, മോളുടെ മാർക്ക് എത്രയാന്നാ ചോദിക്കുന്നത്. അപ്പൊ ഈ മോള് അത് അവളെക്കാളും കുറച്ച് പറയും. അപ്പൊ അവർക്ക് സമാധാനമാവും. അവരുടെ മോൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതല്ല, ക്ലാസ്സില് പെൺകുട്ടികളിലെ ടോപ്പ് വന്ന പ്രണവിക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് അവരുടെ ആകെ ടെൻഷൻ. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. അത് കാരണം അച്ചീവ്മെന്റ്സ് ഒന്നും നമ്മൾ അവരോട് പറയാറില്ല. ഞാൻ അവരുടെ പാരന്റ്സിനെ പുറത്ത് വെച്ച് കാണും. അപ്പം അവൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കോഴ്സ് ചെയ്യുന്നു, അങ്ങനെ ഞാൻ ഒഴുക്കമട്ടില് പറഞ്ഞു പോകും. കാരണം അവരൊരു ടെൻഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതാണ് പാരന്റ്സ്. ശരിക്കും നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ കുഞ്ഞുങ്ങൾ വളർന്നു പോകുന്ന 3 ഏരിയ, എൻവയോൺമെന്റിന്റെ വീട്, സ്കൂള്, അതുപോലെ തന്നെ സൊസൈറ്റി. ഇവിടെ അവർക്ക് നല്ല ന്യൂട്രിയൻസ് കിട്ടുവാണെങ്കിൽ, ഭക്ഷണമല്ല ഞാൻ ഉദ്ദേശിച്ച അവരുടെ മെന്റൽ ഹെൽത്ത് ആണ് ഇപ്പൊ പ്രധാനം. അതില് നല്ലൊരു ന്യൂട്രിയൻസ് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവര് നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ട് മക്കളായിട്ട് തന്നെ വളരും. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പാലക്കാട് നല്ല നമ്പർ 1 സ്കൂൾ അലയൻസ് സ്കൂൾ പറയും, കഴിഞ്ഞ അമൃതയാണ്. ആ അലയൻസ് സ്കൂളിൽ ഒരു ചെക്കൻ മിസ്സിംഗ് ആയി. രാവിലെ സ്കൂളിൽ പോയതാ. എന്താന്ന് പിന്നെ മൊബൈലിലൊക്കെ വന്നു. മക്കള് പഠിക്കുന്ന സ്കൂളിൽ പാരന്റ്സിന്റെ മൊബൈലിൽ വന്നു. അപ്പൊ ഞാനിപ്പോ ഫോണിൽ കാണുക വെച്ചാൽ ഞാൻ പിന്നെ അവരോട് ചോദിക്കാനും മടിച്ചു. ഫോണിൽ അതിന്റെ കണ്ടതാണ്. ആ കുട്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് വെച്ചാൽ തലേ ദിവസം ടീച്ചർ ബാഗിൽ ഒരു 1100 രൂപ കണ്ടു. അപ്പൊ ടീച്ചർ കുട്ടിയോട് ചോദിച്ചു, എന്താ എങ്ങനെ ഈ പൈസ ചോദിച്ചപ്പോ ആ കുട്ടിക്ക് ഉത്തരവില്ല. പാരന്റ്സിനെ വിളിച്ചിട്ട് നല്ല കണക്കിന് പറഞ്ഞു കൊടുത്ത് പറഞ്ഞയച്ചു. വൈകുന്നേരം വന്ന് അവന് നല്ല ചീത്ത പാരന്റ്സ് കൊടുത്തു. പിറ്റേ ദിവസം അവൻ രാവിലെ ബാഗ് എടുത്തിറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂർക്ക് പോയിരിക്കുക. ബാംഗ്ലൂർക്ക് പോയിട്ട് പിന്നെ അവിടെ കുറെ നേരം എത്തി, ചുറ്റി അടിച്ചപ്പോ പിന്നെ അമ്മ അച്ഛന്റെയും വിചാരം വന്നു. അവൻ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴി അവൻ ഉറങ്ങിയിത്രേ. അപ്പൊ ഇവിടെ എത്താണ്ട് എറണാകുളം മറ്റു സ്റ്റേഷൻ എത്തി തോന്നുന്നു. അപ്പോഴേക്കും ഇവിടെ ഫോണിൽ മുഴുവൻ കസബ പോലീസിലും ഒക്കെ ആയി. ഇപ്പൊ അവസാനം എവിടെ നിന്ന് വെച്ച് അവനെ അറിയുന്ന ആൾക്കാര് കണ്ടല്ലോ, പിടിച്ചു ആ ചെക്കന്. 14 വയസ്സുള്ള ചെക്കൻ മാം. അയ്യോ, ആലോചിക്കാനേ വയ്യ. ഇതിൽ 2 പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ടീച്ചർ, പാരന്റ്സ്, അല്ലേ മാം? അതെ തീർച്ചയായിട്ടും. എന്റെ മോൻ ലാസ്റ്റ് ഇയർ വരെ സ്കൂൾ ബസ്സിനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ 9th അപ്പൊ ലൈൻ ബസ്സിന് പോയാൽ തുടങ്ങി. അപ്പൊ ഞാൻ ഫസ്റ്റ് മീറ്റിംഗിൽ സ്കൂളിൽ ആവശ്യപ്പെട്ടത്, കുട്ടികള് പണ്ട് സ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടൊരു അറ്റൻഡൻസ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് വരും, ആബ്സെന്റ് ആണെങ്കിൽ ആബ്സെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഫെസിലിറ്റി വേണം. എല്ലാ വർഷവും ഞാൻ പറയാറുള്ള കേട്ടോ. അപ്പൊ ആ ഫെസിലിറ്റിക്ക് ഇപ്പൊ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ ഡെഫിനറ്റ്ലി കുട്ടി ആബ്സെന്റ് ആയാൽ ഞങ്ങളെ പാരന്റ്സിനെ അറിയിക്കണം. ഞാൻ എന്റെ മോനാണ്, അവനെങ്ങും പോവില്ല, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, അറിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ടീച്ചേഴ്സ്, നമ്മൾ പാരന്റ്സുമായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതില് മെസ്സേജ് ഇടും. ആബ്സെന്റ് ആ ഒരു 10 മണി ആവുമ്പോഴേക്കും മെസ്സേജ് വരും, ആരൊക്കെ ആബ്സെന്റ് ആയി എന്നുള്ളത് മെസ്സേജ് വരും. ഓക്കെ. അപ്പൊ അത് നമ്മളിപ്പോ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടത്. എന്റെ കുട്ടി, നമ്മള് അയൽവക്കത്തെ ഒരു കുട്ടിക്ക് സംഭവിക്കുമ്പോൾ എന്റെ കുട്ടി ഇങ്ങനെയൊന്നും എന്ന് വിചാരിക്കും. പക്ഷെ അടുത്തത് നമ്മുടെ ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളുടെ ഒരു കരുതൽ എപ്പോഴും ഉണ്ടെന്നുള്ളൊരു തോന്നൽ അവർക്ക് മതി. അല്ലാതെ നമ്മളവരോട് ഷൗട്ട് ചെയ്ത് പണിഷ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. പക്ഷെ മറിയം മോണ്ടിസോറി പറയുന്ന പോലെ ഗുഡ് ഈവിൾ, അതിൽ ഗുഡ് കാണുമ്പോൾ നമ്മൾ എൻകറേജ് ചെയ്യുക. പക്ഷെ ഈവിൾ കണ്ടാൽ അപ്പോ
പാരന്റ്സിനാണെങ്കിലും ഡയറക്ടേഴ്സിനാണെങ്കിലും ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലാണെങ്കിൽ അവിടുത്തെ ഡയറക്ടേഴ്സിന് അപ്പം ഇടപെടാം. നമ്മൾ പറയുന്നത് നമ്മൾ ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ, പക്ഷെ എന്ന് കരുതി ഒരു ഈവിൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇടപെടുക തന്നെ വേണമെന്ന് പ്രിയ മോണ്ടിസോറിയും പറഞ്ഞിട്ടുണ്ട്, എത്രയോ വർഷം മുമ്പ് അവർ പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്റലക്ച്വൽ ടാസ്ക് ഈ ഒരു ഏജ് വരുമ്പോഴാണ് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഭയങ്കര പീക്കിലെത്തുന്നത്. കാരണം ഇവിടെയാണ് ഇവരുടെ സ്കിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് പറഞ്ഞയക്കണമെങ്കിൽ ഈ ഒരു പ്രായത്തിൽ നമ്മൾക്ക് അവരുടെ സ്കില്ല് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. ചെറുപ്പത്തിൽ കണ്ട ചില സ്കില്ലിൽ നിന്ന് ഡീവിയേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ചില കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കണ്ട അത് സ്കില്ല് തന്നെയായിരിക്കും കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആയി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ചെറുപ്പത്തിൽ നല്ലപോലെ പാട്ടുപാടിയ കുട്ടി ഒരു പക്ഷെ അതിന് പിന്നെ ആ ഇൻട്രസ്റ്റ് മാറി അത് വേറെ എന്തിലൊക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ അവരുടെ സ്കില്ല് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഞാൻ നിങ്ങളോട് ഒരു അസസ്മെന്റ് ടൂളിന്റെ കാര്യം പറഞ്ഞല്ലോ. നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോ അത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. ചൈൽഡ് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അനാലിസിസ് മെത്തേഡ് ഉണ്ട് കുട്ടികളുടെ സ്കില്ല് മനസ്സിലാക്കാൻ. ഓരോ ഏജിനും കറസ്പോണ്ടിങ് ആയിട്ട് പല പല ഏരിയയിലാണ് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് റെഡിയാക്കുന്നത്. ഒന്ന് റീസണിങ് ഉണ്ടാവും, അറിയായിരിക്കും. റീസണിങ്ങിന്റെ കുറെ ക്വസ്റ്റ്യൻസ് അറിയായിരിക്കും. ഒരേപോലെ സീക്വൻസിൽ കുറെ പിക്ചർ വന്നിട്ട് നെക്സ്റ്റ് പിക് ഏതായിരിക്കും എന്ന് പറഞ്ഞ, പിന്നെ അതുപോലെ തന്നെ ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് ഒരു സീക്വൻസ് തന്നിട്ട് നെക്സ്റ്റ് ഏതായിരിക്കും. പിന്നെ ആൽഫബറ്റ്സും നമ്പേഴ്സും കൂടെ കണക്ട് ചെയ്തിട്ട് 1 4 5 6 എന്നുള്ളത് ആൽഫബറ്റ്സ് വെച്ചിട്ട് ഇതാണെങ്കിൽ ഇത് ഏതായിരിക്കും, അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. ചൈൽഡ് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഏരിയനെയാണ് മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒന്ന് അവരുടെ പേഴ്സണാലിറ്റി നീഡ്സ്, പേഴ്സണാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ്. രണ്ടാമത്തതാണ് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് വരുന്നത്. അതിൽ റീസണിങ് ഉണ്ടാകും, അത് ലാംഗ്വേജ് റീസണിങ് കാണാം, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ റീസണിങ് കാണാം. അങ്ങനെ റീസണിങ് പല ഏരിയയിൽ വരും. സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് അതേഴ്സ്, ടുവേഴ്സ് അവർ സെൽഫ്, അവനോട് തന്നെയും മറ്റുള്ളവരോടുമുള്ള. അതായത് ഇപ്പോ ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി ബെഗ് എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓരോരുത്തരും പല പല അഭിപ്രായം പറഞ്ഞു. അതുപോലെ കുട്ടികളോട് ചോദിക്കും, ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? എപ്പോഴും ലീഡ് ചെയ്യൂ, അല്ലെങ്കിൽ സബ്മിസീവ് ആയിട്ടിരിക്കൂ, അങ്ങനെ. അപ്പൊ ഓരോ കുട്ടിയുടെയും മനോധർമ്മം അനുസരിച്ച് ഓരോ ആൻസർ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ 2 ഏരിയയിലാണ് നമ്മൾ ചൈൽഡ് സൈക്കോമെട്രിക് ടെസ്റ്റ് നടത്തുന്നത്. ഒന്ന് സൈക്കോളജിക്കൽ നീഡ്സിലും മറ്റത് ആപ്റ്റിറ്റ്യൂഡ്, അതായത് റീസണിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ തന്നെ മാത്തമാറ്റിക്കൽ, ലാംഗ്വേജ്, അങ്ങനെ ഏത് റീസണിങ്ങും വരാം. പിക്ചർ കൊടുത്തിട്ടുള്ള അങ്ങനത്തെ റീസണിങ്, അങ്ങനെ പലതും. സെർച്ച് ചെയ്താൽ കുറെ കിട്ടും. ഞാനിപ്പോ അത് ഡിസൈൻ ചെയ്യും. എനിക്ക് പല അഡോളസൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, പല ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ചെയ്യണം. അപ്പോൾ കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ കൊടുത്ത് അല്ല സ്കോളർഷിപ്പിന് അവരെ ആ ക്രൈറ്റീരിയ അല്ല വേണ്ടത്. ഇതുപോലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ട് വേണം കുട്ടിയെ സെലക്ട് ചെയ്യാനായിട്ട്. സ്വതന്ത്രം നോക്കാനും ഉത്തരവാദിത്തങ്ങളൊക്കെ റെസ്പോൺസിബിലിറ്റി ഒക്കെ അവർക്ക് കൂടെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അല്ലെങ്കിൽ അല്ലാതെ ഈ അടച്ചുപൂട്ടി ഒരു റെസ്പോൺസിബിലിറ്റിയും കൊടുക്കത്തില്ല, ഒരു ഫ്രീഡവും കൊടുക്കത്തില്ല. അപ്പോഴത്തേക്ക് ഇവർക്ക് തന്നെ അവരുടെ ആ വാല്യൂ അവർ മനസ്സിലാക്കാൻ അവർക്കൊരു അവസരം കൊടുക്കണ്ടേ. കൂടുതലും അങ്ങനെയുള്ള കുട്ടികളാണ് ഇങ്ങനെയൊക്കെ പോകുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ അതെ, തീർച്ചയായിട്ടും. ഇന്നലെ ഞങ്ങൾ താമസിക്കുന്ന ഒരു നാട്ടിൻപുറമാണ്, പറവൂർ ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടൊരു നാട്ടിൻപുറം. അപ്പൊ നമുക്ക് കുറെയൊക്കെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. ഒരു കടയുണ്ട് ഇവിടെ, അവിടെ നിറയെ അവർക്ക് മില്ല് തൊട്ടപ്പുറത്തുണ്ട്. നമുക്ക് കാണാം, മില്ലൊക്കെ കാണാം, മില്ലിൽ എങ്ങനെയാ പണിന്നൊക്കെ കാണാം. എല്ലാ പൊടി ഐറ്റവും അവരവിടെ ഇങ്ങനെ പൊടിച്ച് അതാണ് ആ കടയിൽ വിൽക്കുന്നത്. ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ബ്രാൻഡ് നെയിമിൽ വരുന്നത് അവിടെ കുറവാ. അവരുടെ പ്രോഡക്ട്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഞാൻ വാങ്ങുന്നത് അവരുടെ പ്രോഡക്ട്സാ. പുട്ടുപൊടിയാണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും ഒക്കെ അവരുടെ തന്നെയുണ്ട്. അപ്പൊ ഇവിടെ നാടൻ പാല് വാങ്ങും. ഈ ക്ഷീരകർഷകരുടെ അങ്ങനെ കളക്ട് ചെയ്തിട്ട് നാടൻ പാല് വരും. പക്ഷെ അത് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലേ വരുള്ളൂ. നമ്മൾ പറയണം എല്ലാ ദിവസവും എനിക്ക് 2 കവർ വീതം വേണമെന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് അവർ മാറ്റിവെക്കും. അപ്പൊ ഞാൻ എപ്പോഴും ക്ലാസ് കഴിഞ്ഞ് ഒരു ഇച്ചിരി നടക്കാനുണ്ട് കേട്ടോ ഷോപ്പ്, ഞാൻ പോയിട്ടാണ് വാങ്ങുന്നത്. ഇന്നലെ ഞാൻ മോനെയും കൊണ്ട് പോയിട്ട് ഞാൻ ആൾക്ക് കാരണം ഏത് വീട്ടിൽ നിന്നാ പറഞ്ഞതെന്ന് അയാൾക്ക് മനസ്സിലാവണല്ലോ. ഹസ്ബൻഡിനെ അറിയാം, എന്നെ അറിയാം. മോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞു, മോനാണ്, അവൻ സ്കൂള് വിട്ട് കഴിഞ്ഞ് വരുമ്പോ പാല് കൊടുത്തു വിടണേന്ന് പറഞ്ഞു അവന്റെ കയ്യില്. അപ്പൊ ഞാൻ ഇന്നാവൻ പോയപ്പോ ഒരു കവറും കാശും കൊടുത്തു വിട്ടു പാലിനുള്ളത്. അപ്പം അവൻ പറഞ്ഞു സ്കൂളിൽ കാശ് അങ്ങനെ കൊണ്ടു ചെല്ലാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഞാൻ ക്ലാസ് ടീച്ചറോടും സിസ്റ്ററോടും പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ
അപ്പൊ അത് ഇത് നേരത്തെ തുടങ്ങണമായിരുന്നു. നേരത്തെ താമസിച്ച ഏരിയയിലല്ലായിരുന്നു, എല്ലാം നമുക്ക് അടുത്തടുത്ത് തന്നെ കിട്ടുമായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓരോ ടാസ്കുകൾ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ ജോലി പറഞ്ഞ പോലെ കുറെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുക. ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ഗൾഫിലാണല്ലോ, പിന്നെ ഹസ്ബൻഡ് 1.5 കോടി രൂപയോളം കൂടുതൽ ചെലവായിട്ടുണ്ട് നാട്ടിലെ വീടിന്. 40 ലക്ഷം രൂപയ്ക്ക് ചെന്നൈയിലെ ഫ്ലാറ്റ് വാങ്ങി. ഇത് രണ്ടും ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി എന്നെയും മൂത്ത മോനെയാണ്. ഞങ്ങൾ രണ്ടുപേരുടെ ചെയ്തത്. ഇന്ന് വരെയും ഒരു പ്രോബ്ലവും എൻ്റെ മക്കൾ ഇതുവരെ വന്നിട്ടില്ല. ദൈവത്തിന്റെ കരുണയാല് നാളെയും ഇങ്ങനെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇടപാടുകള് ഞങ്ങളെ 100% ഹസ്ബൻഡ് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു പ്രോബ്ലം, എനിക്ക് 2 ആമക്കളാണ്, പെൺമക്കളില്ല. ഇന്ന് വരെ അങ്ങനെ ഒരു പ്രോബ്ലംസില് ഞാൻ കുറച്ച് ഫ്രീഡം എല്ലാ കാര്യത്തിലും മക്കളെയും കൂട്ടി പോകും, മക്കളെയും കൂട്ടി വാങ്ങിക്കും. മോനോട് കാറിന്റെ പിന്നെ താക്കോല് മോന്റെ കൈ കൊടുത്തിട്ട് മോനോട് ഓടിക്കാൻ പറയും. ഞങ്ങൾ കൂടിയിരിക്കും, എല്ലാ പർച്ചേസിങ്ങും മോനോട് ചെയ്യും. ചിലപ്പോൾ ഞാൻ കാറിൽ തന്നെ ഇരിക്കും, പൈസ അവന്റെ കയ്യിൽ കൊടുക്കും. ചിലപ്പോൾ കാർഡ് അവന്റെ കൈ കൊടുത്ത് വിട്ടിട്ട്, പൈസ എടുക്കണമെങ്കിൽ ഡാഡിയുടെ കാർഡ് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്, ഞാൻ അവന്റെ കൈ കൊടുത്തിട്ട് പറയും ഇത്ര രൂപ എടുത്തോണ്ട് വരാൻ പറയും. ഇതുവരെ അങ്ങനെയുള്ള പ്രോബ്ലം ഞാൻ ഫ്രീഡം കൊടുക്കും. അവരെ ആരുമല്ല ഒന്നുമല്ല അങ്ങനെ ആക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ഇത് വരത്തില്ലേ? അതിൽ അവരെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ അങ്ങനെ ആക്കി കൊണ്ടുവരാതെ തന്നെ ഒതുക്കി കഴിയുമ്പോൾ അവര് ഒതുങ്ങിപ്പോയിട്ട് അവർക്കും ഒരു ഇങ്ങനെ തോന്നത്തില്ലേ? അതുകൊണ്ട് എന്റെ അനുഭവത്തിൽ നിന്നൂടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ നാളത്തെ കാര്യം എനിക്കറിയില്ല, ദൈവത്തിന്റെ കാര്യം. ഓക്കെ ജോലിൻ, എനിവേ വെരി ഗുഡ്, ഇറ്റ്സ് എ ഗുഡ് മെസ്സേജ്. ഓക്കെ, ദെൻ അബൌട്ട് അക്കാദമിക്, നമ്മള് ചിലര് പറയൂലോ, മാർക്കിലൊന്നും കാര്യമില്ല എന്നുവെച്ചാല് ഈ അഡൾട്ട് ആളുകൾ പറയും ഭയങ്കര ബിസിനസ് ഒക്കെ ചെയ്ത് ഏതോ ഒരു ഇതില് അവര് ബിസിനസ് ചെയ്ത് ടോപ്പായി. അവര് പറയും ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് മാർക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ഫെയിലായി. ഇതൊരു റോങ് മെസ്സേജ് പലപ്പോഴും കുട്ടികളിലേക്ക് എത്തും. അവര് ചോദിക്കണേ ഞങ്ങൾ എന്തിനാ പഠിക്കുന്നത്. പിന്നെ ചില ഈ എന്താ പറയാ മോട്ടിവേറ്റേഴ്സിന്റെ ബുക്സ് വാങ്ങും, അല്ലെങ്കിൽ സ്പീച്ച് കേൾക്കും. കുട്ടികൾ കേൾക്കുമ്പോ എന്താ പഠിച്ചില്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പല റോങ് മെസ്സേജ് വരുന്ന ഒരു ബുക്ക് വരും. ഈ അക്കാദമിക്കിന്റെ നോളജ് വളരെ അത്യാവശ്യമാണെന്നുള്ളത് കുട്ടികളിലൊരു ബോധം കൊടുക്കണം. കാരണം ഇപ്പൊ കുട്ടികൾ എക്സാം എഴുതുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. പാസ് ആവാനുള്ളത് മാത്രം എഴുതി വെക്കും. അതിപ്പോ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഇത്ര വേർഡ്സിൽ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയിന്റ്സ് ആയിട്ട് അത് ഒരു ഫുൾ സ്ട്രക്ചറിലുള്ള ഒരു സെന്റൻസ് ആക്കാൻ പോലും, ഇത് +1 +2 കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞേ, ആക്കാൻ പോലും അവർക്ക് വയ്യ. അവർക്ക് അത്രയും എഴുതാൻ വയ്യ. ജസ്റ്റ് പാസ്സായാൽ മതി, ഇത്രയൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാസ്സാവും. ആ ഒരു രീതിയിൽ എക്സാമിനെ വളരെ സില്ലി ആയിട്ട് കാണുന്ന കുറച്ചൊരു വിഭാഗം ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് സാറിനോട് സംസാരിച്ചപ്പോ സാറ് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് മെജോറിറ്റി അങ്ങനെയല്ലാന്ന്. കുട്ടികള് കുറച്ച് കുട്ടികളാണ് ഇങ്ങനെ ഡീവിയേറ്റഡ് ആയി പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ പോകുന്ന കുട്ടികളെ കൊണ്ട് മറ്റവരിൽ മാറ്റം വരുത്താം. പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, അതാണ് ശരിക്കും നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു അക്കാദമിക് നോളജ് ഇവരിലേക്ക് നല്ല രീതിയിൽ എത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് ടീച്ചേഴ്സിന്റെ കയ്യിലുണ്ട്. അവരാ സബ്ജക്റ്റ്, അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ്. ആ മെത്തേഡ് ഓഫ് ടീച്ചിങ് എങ്ങനെ വേണമെന്ന് മുന്നിൽ വരുന്ന ഗ്രൂപ്പിനനുസരിച്ച് ഞാൻ എല്ലാ സ്കൂളിലും ചെല്ലുമ്പോൾ കാണുന്ന ഒരു പ്രവണത, മിക്കവാറും സ്കൂളുകളിൽ, എല്ലായിടത്തും ഉണ്ടാവാറില്ല. ഞാനിപ്പോ ഒരു ഇന്റർവെൻഷന് പോകുന്ന സ്കൂളില് 3 വർഷമാവുന്നു ഞാൻ പോകുന്നത്. ഈ 3 വർഷവും ഒരു ടീച്ചർ പോലും കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർക്ക് സിലബസ് തീർക്കുക, ആ ഒരു നെട്ടോട്ട. അവരുടെ കുട്ടിയുടെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എഴുതി കഴിഞ്ഞാൽ ഞങ്ങളുടെ പോർഷൻ തീരില്ല. പോർഷൻ തീർക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് കുട്ടികളിലേക്ക് എങ്ങനെ എത്തണം അതും അറിയില്ല. ഞാനിപ്പോ 10th ആയി ആ കുട്ടികള്. അപ്പം 10th ആയി കണ്ടപ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷം. കാരണം വെച്ചാല് നല്ല മാറ്റം അവർക്ക് വന്നിരിക്കുന്നു. നമ്മളൊരു 2 വർഷം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ 8ാം ക്ലാസ്സിൽ വരുമ്പോഴേ ഈ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. ഇപ്പൊ അവർ എഴുതാൻ തുടങ്ങി, കുറെയൊക്കെ എഴുതാനൊക്കെ തുടങ്ങി. അപ്പൊ സ്കൂളിൽ നിന്നും അവർക്കൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് പഠിക്കാൻ എന്നൊക്കെ ചോദിച്ചപ്പോ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ടല്ലോ, ശ്ലോകമാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പഠിക്കുന്ന ഒരു പയ്യനാട്ടോ അത് പറഞ്ഞപ്പോ ചോദിച്ചപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല മിസ്, പഠിപ്പിക്കുന്നത് എന്താന്ന് മനസ്സിലാവുന്നില്ല. അതായത് ടീച്ചേഴ്സ് എത്രയും പെട്ടെന്ന് പോർഷൻ തീർത്തിട്ട് മോഡൽ എക്സാമിന് മുമ്പ് റിവിഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒന്നും പഠിക്കാൻ പറ്റാതെ എന്ത് റിവിഷൻ അവർ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല.
ടീച്ചേഴ്സിന്റെ കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാനും പറ്റുന്നില്ല. നമ്മള് എക്സ്റ്റേണൽ ബോഡിയാണല്ലോ, അതാണ് ഒരു പ്രശ്നം. പിന്നെ ഇവിടെ ക്രിയേറ്റിവിറ്റി. അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു സ്കൂളുണ്ട്. എൻ്റെ മോള് പഠിക്കുന്നതിന്റെ KG സെക്ഷനാണ്. KGയില് അവരുടെ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് പോർഷൻ തീർക്കുക. ജസ്റ്റ് KG2 ആ കുട്ടിക്ക് അവരുടെ തലയിൽ കയറുന്നുണ്ടോ, അതെങ്ങനെ പോകുന്നുണ്ട് എന്നൊന്നും ഇവർ ആലോചിക്കുന്നില്ല. പ്രോഗ്രാംസോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ കൂടുതലായിട്ടില്ല. പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇപ്പൊ അവർക്ക് ഫോർവേഡ്സ് തുടങ്ങി. 1 to 200 വരെയൊക്കെ അവർ എഴുതാൻ തുടങ്ങി. നമ്പർ നെയിം തന്നെ 100 വരെയൊക്കെ എഴുതിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അവന് ഇപ്പോഴും വായിക്കാനോ എഴുതാനോ മര്യാദയ്ക്ക് പറ്റുന്നില്ല. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പം അവന് അത് ആ സമയത്തും പഠിച്ചാലും പിന്നെ മറന്നു പോകും. ആ സ്കൂളിൽ നിന്ന് ഇവരെ കൂടുതലായിട്ട് നോക്കുന്നേയില്ല. കുട്ടി രാവിലെ വെള്ളം കൊണ്ടുപോയാല് ആ വെള്ളം അതുപോലെ ഇവിടെ കൊണ്ടുവരും. വെള്ളം കുടിക്കുന്നില്ല. ഫുഡ് ആണെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം, അതായത് ജസ്റ്റ് സ്ട്രോബെറി, കിവി, അങ്ങനെ നട്ട്സ് അങ്ങനെ മാത്രം കൊണ്ടുപോയിനെങ്കിൽ അത് മാത്രമേ തിന്നുള്ളൂ. ഫുഡ് ഐറ്റംസ് കൊണ്ടുപോയിനെങ്കിൽ അത് തിന്നില്ല. ടീച്ചറോട് പരാതി പറയുമ്പോൾ ടീച്ചർ പറയും ഐ ഡോണ്ട് വാണ്ട് മാം എന്ന് അവൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് നിർബന്ധിക്കാത്തത്. അതായത് ഫുഡ് ഒന്നും കഴിക്കുന്നില്ല, വെള്ളം പക്ഷെ പഠിത്തത്തില് ഭയങ്കരമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് അവരെന്നെ പറയും, എത്ര വെച്ചിട്ടാ ടീച്ചേഴ്സിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ സമയത്ത് സ്കൂള് മാറ്റാനും പറ്റില്ലല്ലോ, സ്കൂള് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെയാണ് എൻ്റെ മോളുടേതും. ഞാൻ 3ാം ക്ലാസ്സിൽ വേറെ സ്കൂളിലെ കുട്ടിക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. എൻ്റെ മോളുടെയും വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് പീക്ക് കളിക്കാൻ പോവാണ്ട് ക്ലാസ് ചാപ്റ്റർ എഴുതുന്നത്, അതിന് നോട്ടുണ്ട്, അതിന് എക്സാം. സിലബസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവരെ സിലബസ് കുറച്ച് എളുപ്പമുള്ള നല്ല ലിബറൽ ആയിട്ട് പോകുമ്പോൾ എൻ്റെ മോളുടെ എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ട് ഇവരുടെ വെച്ചാൽ കൂടുതൽ. പക്ഷെ ടീച്ചേഴ്സ് നന്നായിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് അക്കാഡമിക്സിലേക്ക് മാത്രമാണ് അവർ നോക്കുന്നത്. എക്സ്ട്രാ കരിക്കുലർ ഒന്നും ഇല്ല. ആക്ടിവിറ്റീസിലൂടെ കാര്യങ്ങൾ പോകേണ്ട ഏജും കൂടിയാണ് അല്ലേ? ഇപ്പൊ ആക്ഷൻ പറഞ്ഞപ്പോ ഓർമ്മ വന്നത് എന്താണെന്നറിയോ, ഇപ്പൊ ഈ എസ്എ എഴുതുന്ന കുട്ടികൾ ഒരുപാട് ഫെയിൽ ആയെന്ന് പറഞ്ഞില്ലേ. ഞാൻ സ്കൂളിലാണ് ഉള്ളത്, വോളിയം കുറയ്ക്കാൻ പറയാം. അവര് ചെയ്യുന്നതെന്ന് വെച്ചാല് ഇങ്ങനെ ഇപ്പൊ PT പീരീഡ് ഒക്കെ കട്ടാക്കിയൊക്കെ പോർഷൻ തീർക്കാനുള്ള ഇതില് ചില സബ്ജക്ട്സ് ഒക്കെ എത്തുന്നുണ്ട്. അതൊക്കെ അവര് മനഃപൂർവ്വം ഫെയിൽ ആയിരിക്കുകയാണ്. കാരണം അവര് ചെയ്യില്ല എന്നുള്ളൊരു വാശിയും കൂടെ എടുത്തിരിക്കുകയാണ് വലിയ കുട്ടികൾ. അവർ ആ സമയത്തിരുത്തി അവർക്കും കുറച്ചൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം. നമ്മളിവിടെ മീറ്റിങ്ങിന് അവസാനം പിന്നെ സംസാരിച്ചിരുന്നു. അതേപോലെ ഈ ഇപ്പൊ നടത്തുന്നുണ്ടല്ലോ ഗവൺമെന്റ്. ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ചില ടീച്ചേഴ്സിന്റെ കുട്ടികൾ തന്നെ പറഞ്ഞതാ, ഇവരെ ലാസ്റ്റ് ആവുമ്പോഴേക്കും ഇവർക്ക് അവിടെ എക്സാം നടത്തുമ്പോൾ കാണിച്ചു കൊടുക്കുമെന്ന് ആൻസേഴ്സ്. സ്കൂളിൽ എക്സാം നടത്തില്ലേ, അപ്പോ ഇവരെ ഗവൺമെന്റ് സ്കൂളിൽ ഇപ്പൊ പറഞ്ഞത് ഇത് തിരിച്ച് കാണിച്ച് പാസ്സാകും. അപ്പൊ ഈ സേയുടെ കാര്യത്തിൽ ഒരു ഉപയോഗവും ഇല്ല. കുട്ടികൾ മാം പറഞ്ഞ പോലെ ബേസ് ഇല്ലാതെ പോകും. അവരുടെ പേരിൽ സ്കൂളിൽ നോക്കുമ്പം സേ എഴുതി ഇത്രയും കുട്ടികൾ പാസ്സായി. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പോലും പറയും നല്ല മെത്തേഡാണ്. പക്ഷെ ഇങ്ങനൊരു സീക്രട്ട് ആരും അറിയുന്നില്ല. കുട്ടികൾ പറയുന്നുണ്ട് ഞങ്ങളെ അവിടുത്തെ ടീച്ചർമാര് പേപ്പർ തിരിച്ചു പിടിച്ച് കാണിച്ചു തന്നിട്ടാ ജയിപ്പിക്കുന്നതെന്ന്. ഇപ്പൊ ദാണ്ട് ഈ ഒരു വീക്ക് ഞങ്ങൾക്ക് പുതിയ പോർഷൻ എടുക്കാൻ പാടില്ല എന്നാണ് റൂള്. ഈ സേയുടെ മാത്രം പഠിപ്പിക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങൾ. ഓക്കെ, പെർസെന്റേജ് കൂട്ടുന്നു, പാസ് പെർസെന്റേജ് കുട്ടി എങ്ങനെയായി തീരുന്നു എന്നുള്ളത് അറിയുന്നില്ല. അതാണ് ക്രിയേറ്റിവിറ്റി കിട്ടുന്നില്ല, ഇന്റലക്ച്വൽ ആയിട്ട് കുട്ടി ചിന്തിക്കുന്നില്ല, ഇത് ഇമാജിനേഷൻ അത് കറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ റിയാലിറ്റിയുമായിട്ട് ഇവർ ഈ ഒരു സമയത്ത് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. അവർക്ക് അതിന്റെ ഒരു റിസർച്ചാണ് ഗോഡ് എന്നുള്ളത് ഉണ്ടോ, അങ്ങനെ ഒരു എക്സിസ്റ്റൻസ്, അതൊക്കെ കുട്ടികൾ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു ടൈമാണ്. അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടോ, ഈ യൂണിവേഴ്സ് എങ്ങനെയാണ് ഇങ്ങനെ ആയത്, നമ്മുടെ സോളാർ സിസ്റ്റം, അങ്ങനത്തെ അതുമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര താല്പര്യം വരും. പിന്നെ ലൈക്ക് ബിസിനസിനെ കുറിച്ച് കൂടുതൽ ലൈക്ക് എങ്ങനെയാണ് ഇപ്പം എക്കണോമിക് സ്റ്റാറ്റസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ജീവിക്കുന്നു. ഇപ്പം ഫ്ലഡ് വന്ന സമയത്ത് കുട്ടികൾ ഭയങ്കര അനാലിസിസ് ആയിരുന്നു. നമ്മൾക്ക് ഫ്ലഡ് വരുമ്പോൾ നമ്മള് പുറത്തെ രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് വി ഡോണ്ട് ഹാവ് നത്തിങ്. അതുകൊണ്ടാണ് നമ്മൾ വേറൊരാളുടെ, ഇപ്പൊ നമ്മളൊരു സിമ്പിൾ ആയിട്ടൊരു വീട്ടിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഭിമാനത്തോടുകൂടെ ജീവിക്കുന്നവര് ഭയങ്കര കഷ്ടപ്പാട് വന്നു. പക്ഷെ അഭിമാനമുള്ളത് കാരണം മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ
നമ്മളുടെ ഈ ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഔട്ട്സൈഡ് കൺട്രീസിലുള്ളവര് നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാവുന്ന അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും നമ്മളുടെ രീതിക്കും അത് തടസ്സം വരും. ഇങ്ങനെ കുട്ടികൾ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് അവരത് അനലൈസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതാണ് അവർക്ക് ആ ഒരു റിസർച്ച്, ആ ഒരു ലോകത്തിന്റെ ആ ഒരു ഡെവലപ്മെന്റ്, ഇപ്പം കൊച്ചു കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും അതിന്റെ ആ ഒരു ഡെവലപ്പ് ചെയ്യുന്ന രീതികളും അത് ഡെവലപ്ഡ് കൺട്രി ആകാനായിട്ടുള്ള ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈവൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മലയാളം മീഡിയത്തിലായിരുന്നു വികസ്വര രാജ്യങ്ങളും വികസിത രാജ്യങ്ങളും എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മളുടെ ഇന്ത്യ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് വികസ്വര രാജ്യങ്ങളുടെ ഒരു പട്ടികയിലായിരുന്നു. ഇപ്പോഴാണ് ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് മാറിയത്. അപ്പം കേട്ടപ്പോ ഭയങ്കര വിഷമായിരുന്നു. ഇപ്പൊ നമ്മളുടെ രാജ്യം അങ്ങനെ വികസിച്ചിട്ടില്ല, സോ അതിന് എന്ത് ചെയ്യാൻ പറ്റുന്ന അന്ന് ചിന്തിച്ചിരുന്നു, അന്നത്തെ ഒരു ഇതിൽ വെച്ചിട്ട്. അപ്പൊ നമ്മുടെ കുട്ടികളും അതുപോലെ നമ്മളുടെ ഈ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ, ഹ്യൂമൻ ബീയിങ് എങ്ങനെയാണ് അവര് എങ്ങനെ ഇങ്ങനെ ആയിത്തീർന്നു, ഇവല്യൂഷനൊക്കെ കുറിച്ച് അവർ കൂടുതൽ അനലൈസ് ചെയ്യുന്ന ഒരു പ്രായമാണ്. പേഴ്സണാലിറ്റി ഇംപ്രൂവ് ആകുന്നത് ഈ ഒരു തേർഡ് പ്ലെയിനിലാണെന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പ്ലെയിനാണ് പറഞ്ഞോളൂ. ഒരു കാര്യമായ ഒബ്സർവേഷൻസ് ഒന്നും ഇവർക്ക് പറ്റിയില്ല. പക്ഷെ ലാസ്റ്റ് പ്ലെയിൻ ഇസ് വെരി ക്വയറ്റ്, കാം, മെച്ചുവേർഡ് ലെവൽ എന്നാണ് അറിയപ്പെടുന്നത്. മറിയാം മോണ്ടിസോറി മാത്രമല്ല എല്ലാവരും പറയുന്നത്. യങ് മാൻ അല്ലെങ്കിൽ വുമൺ ആ ഒരു രീതിയിലായി, ജെൻഡർ ലേഡി ആ ഒരു രീതിയിൽ സ്ട്രോങ് ആണ്, റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്, എല്ലാ ആസ്പെക്ട്സിലും സ്റ്റേബിൾ ആണ്, ഇമോഷണലി അങ്ങനെ എന്തൊരു ആസ്പെക്റ്റിലും അവർ സ്റ്റേബിൾ ആയിരിക്കും. കൂടാതെ അവർക്ക് ലവ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകുന്ന ഒരു ടൈം, അത് മാരേജിലേക്ക് എത്തി ലൈഫിലേക്ക് മാറുന്ന ഒരു ടൈം, അതൊക്കെയാണ് ഈ ഒരു ഏജില്. ഒരു സെക്കൻഡ് പീരീഡിൽ വന്നതിന്റെ ഒരു സിമിലർ പാറ്റേൺ തന്നെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പീരീഡില് അവർ ശരിക്കും സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാനും എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ലൊരു വ്യക്തമായ ധാരണ, പ്രോബ്ലം സോൾവിങ്, അനാലിസിസ് ഇതെല്ലാം വരുന്നൊരു പീരീഡാണ് ഫോർത്ത് പീരീഡ്. അവിടെ നമുക്ക് ഡിപ്പെൻഡൻസി ആവശ്യമില്ല, അഡാപ്റ്റ് ചെയ്യുന്നു പലപ്പോഴും. ആ ഒരു ഞാനൊരു സോഷ്യൽ ബീയിങ് ആണ്, ഐ എം ലീവിങ് ഇൻ ദിസ് സൊസൈറ്റി, ആ ഒരു രീതിയിൽ സോഷ്യൽ ആക്ച്വലൈസേഷൻ, സോഷ്യൽ ഇന്റഗ്രേഷൻ എല്ലാം നടക്കുന്ന ഒരു സമയമാണ്. പിന്നെ റിലേഷൻഷിപ്പുകളെല്ലാം സ്റ്റേബിൾ ആകുന്ന ഒരു ടൈം. സക്സസ് ആയി പോവുകയാണെങ്കിൽ അയാൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ത്രൂ ഔട്ട് അയാളുടെ ലൈഫ് സ്പാനിൽ അയാളുടെ ലൈഫ് നല്ല രീതിയിൽ തന്നെ ജീവിക്കും. ആ ഒരു ഇതാണ് ഫോർത്ത് പീരീഡിൽ വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എൻഡ് ഓഫ് യൂണിറ്റ് 3. ഇനി നമുക്ക് സെൽഫ് കൺസ്ട്രക്ഷൻ ആണ് അടുത്തത്. നിങ്ങൾക്ക് ഇനി 4ഉം 7ഉം 10ഉം ആണ് കഴിയാനുള്ളത്. 4ഉം 7ഉം സംഭവം തീരും, പക്ഷെ 7 ഇസ് വെരി ടഫ്. പഠിക്കാനല്ല, തീർക്കാൻ ടഫാണ് കേട്ടോ. അതെവിടെ ചെന്ന് വൈൻഡപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ട് എനിക്ക് 7 തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും എക്സ്പീരിയൻസ് ആയിരിക്കും അതുമായി ചേർന്ന് നിങ്ങൾ പറയുന്നത്. അവിടെ മറിയാം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ്. നമ്മൾ നാച്ചുറലി എങ്ങനെ ഒരു ഹ്യൂമൻ ബീയിങ് ഡെവലപ്പ് ചെയ്ത് വരണം എന്നുള്ളത് പറഞ്ഞു. ഇനി സെൽഫ് മെയ്ഡ്, നമ്മളെപ്പോഴും പറയുമല്ലോ സെൽഫ് മെയ്ഡ്, തന്നെ വഴി വെട്ടി വന്ന ആളെന്ന് പറയുന്ന പോലെ തന്നെ സെൽഫ് കൺസ്ട്രക്ഷൻ, ഒരു കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷൻ എങ്ങനെ വരുന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി കുട്ടികളുടെ നാച്ചുറൽ ഡെവലപ്മെന്റ്, ഒരു ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ടൂൾസിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും. ലാസ്റ്റ് ഇത് 4 പ്ലെയിൻസ് പറഞ്ഞത് അല്ലെങ്കിൽ 4 പീരീഡ് പറഞ്ഞതിൽ എന്തെങ്കിലും ഇനി ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. If you feel like fed up, we will end it by 12:30 അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു, നിങ്ങളുടെ അഭിപ്രായം. കാരണം പെട്ടെന്ന് മോർണിംഗ് ആണ് ഞാൻ മെസ്സേജ് കൊടുത്തത്, അപ്പൊ അതുകൊണ്ട് ചിലപ്പം പ്ലാൻഡ് ആയിരിക്കില്ല, പ്രിപ്പയർഡ് ആയിരിക്കില്ല ഒരു പക്ഷേ. മാം, ഈ ഫോർത്ത് പീരീഡിനെ കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? യാ ഷുവർ. ഫോർത്ത് പീരീഡ് എന്ന് പറയുമ്പോൾ 18 to 24 ഇയേഴ്സ് ആണ്. അതായത് ബ്രെയിൻ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുന്ന ഒരു ഏജ് ആണ് 24 ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഇമോഷണലി സ്റ്റേബിൾ തന്നെയായിരിക്കും. പക്ഷെ ഓരോ പീരീഡും പ്രീവിയസ് പീരീഡ്സിന്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ് വരുന്നത്. അഡോളസൻസ് പീരീഡില് പല പ്രശ്നങ്ങളും സംഭവിച്ച് അൺസ്റ്റേബിൾ അവസ്ഥയിൽ നിന്നും
റിക്കവർ ആകാൻ പറ്റാത്ത ഒരാൾക്ക് ഈ ഒരു സമയത്ത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് ടൈം എടുക്കും. നമ്മൾ പറയില്ലേ, പാരന്റ്സ് പറയുമല്ലോ, ഇപ്പൊ ഒരു ഇരുത്തം വന്നു എന്നുള്ള രീതിയിൽ പറയും. പലപ്പോഴും അഫെയർ ഒക്കെ ബ്രേക്കപ്പ് ആയ ഒരു പീരീഡ് ഉണ്ടാവും ആ ഒരു അഡോളസൻസ് സമയത്ത്, ഒരു 17, 18 ആ ഒരു ടൈമില്. അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് ഇവർ സ്റ്റേബിൾ ആകുന്ന ഒരു ടൈമാണ് 4th പീരീഡ് എന്ന് പറയുന്നത്. 18 to 24 years അവരുടെ ഇമോഷണൽ സൈഡും ഇന്റലക്ച്വൽ സൈഡും സ്റ്റേബിൾ ആകുന്നു, സ്ട്രോങ് ആകുന്നു. കോമൺ സെൻസ് എന്നുള്ളത്, കാരണം വികാരപരമായ കാര്യങ്ങൾ ചെയ്തിരുന്ന പ്രീവിയസ് പീരീഡിൽ നിന്നും മാറി ബുദ്ധിപരമായി ഒരു ഇന്റലക്ച്വൽ രീതിയിൽ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. ഇമോഷണൽ സൈഡിനേക്കാളും കൂടുതൽ അവർ ഇന്റലക്ച്വൽ സൈഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പിന്നെ ഏകദേശം സെക്കൻഡ് പീരീഡുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ട്. സെക്കൻഡ് പീരീഡിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പ്രോഗ്രസ് ആണ്, കുറെ കാര്യങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു. അതുപോലെ തന്നെയാണ് ശരിക്കും ഒരു റാപ്പിഡ് ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെയാണ് ശരിക്കും ഈ ഒരു 4th പീരീഡിൽ വരുന്നത്. കുറെ സ്ട്രോങ് ആണ്, സ്റ്റേബിൾ ആണ് ആ ഒരു ഏജിലുള്ള യങ്സ്റ്റേഴ്സ് എന്നുള്ളൊരിത്. ഈ ഒരു ടൈമില് അവനവന്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കുറച്ചുകൂടെ പ്രാപ്തനായി നമ്മൾ പറയില്ലേ, അതാണ് നമ്മളുടെ ഒരു ജോബിന് പോകാൻ പറ്റുന്ന ആ ഒരു, ശരിക്കും ആ ഒരു ആളുകളുടെ ലൈഫ് സ്പാനിൽ ഒരു ജോലിക്ക് കയറുന്നത്, ഒരു മെയിൻ ഒരു ജോബിലേക്ക് അവർ എത്തുന്ന ഒരു പ്രായം, ആ ഒരു ഫോക്കസ് ഒക്കെ കിട്ടുന്നു. അപ്പൊ അത് സെൽഫ് ഡയറക്ഷൻ അങ്ങനെ പറഞ്ഞൂടെ മാം? സ്വയം അവർ ഡയറക്റ്റ് ചെയ്തു പോകുന്ന ടൈം. അതെ, എന്തോ അവർക്ക് കൊച്ചുകുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഈ കുട്ടികൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അഡൽട്ട് ഉണ്ടാവുമ്പോൾ അവർ എന്ത് കാര്യത്തിനും ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി എന്നുള്ള രീതിയിൽ അവർ അപ്രോച്ച് ചെയ്യില്ലേ. അപ്പൊ അത് ശരിക്കും ഈ ഒരു പീരീഡിലാണ് യങ്സ്റ്റേഴ്സിന് പറ്റുന്നത്. അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നീഡി ആയിട്ടുള്ള ഏതെങ്കിലും പേഴ്സൺ ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആ ഒരു സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ആ ഒരു അഡാപ്റ്റേഷൻ നടക്കുന്ന ഒരു പ്രായമാണ് ഈ ഒരു സമയത്ത്. അതിനു മുമ്പൊക്കെ ഒരു പക്ഷെ ആ ഒരു അഡാപ്റ്റേഷൻ അവർക്ക് അത്ര ഈസിലി പറ്റിയിട്ടുണ്ടാവില്ല. മറ്റേത് അവർ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു ടൈമാണ്. ഇത് ജനറലി പറയുന്ന കാര്യമാണ്, എല്ലാ മനുഷ്യരും ഇതുപോലെ ആവണമെന്നില്ല. കാരണം പ്രീവിയസ് പീരീഡിന്റെ റിഫ്ലക്ഷൻസ് ആണ് എപ്പോഴും ഓരോ പീരീഡിലും വരുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ പീരീഡിലും ആ ഒരു മനുഷ്യൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ 4th പീരീഡ് ആകുമ്പോഴേക്കും ഹീസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ. എല്ലാ കാര്യവും അയാൾക്ക് തന്നെ ചെയ്യാനും മറ്റുള്ളവർക്ക് ഡയറക്ഷൻ കൊടുക്കാനും മറ്റുള്ളവരെ നീഡി ആയിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും പിന്നെ സാഹചര്യങ്ങളുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാനും കഴിയുന്നു. ജോബ് കിട്ടി വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ ഹീസ് ഓക്കെ വിത്ത് ദാറ്റ്, അതുമായിട്ട് പൊരുത്തപ്പെടുന്നു. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് സെൽഫ് കൺസ്ട്രക്ഷൻ, തന്നെത്താനെ ആയി വരുന്നത്. ഓക്കെ, ആ ഒരു കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി തന്നെ ഡെവലപ്പ് ചെയ്യുന്നു. സോ സെൽഫ് കൺസ്ട്രക്ഷൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി വളരുന്ന ഒരു രീതി. ടു ടൂൾസ് ആ സെൽഫ് കൺസ്ട്രക്ഷന് ഗൈഡ് ചെയ്യുന്ന 2 ടൂൾസ് ആണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും. ഈ സെൻസിറ്റീവ് പീരീഡിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി, അബ്സോർബന്റ് മൈൻഡിനെ കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ ലെസണിൽ 3rd ലെസണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ മെറ്റമോർഫോസിസ് അറിയാമോ? ബട്ടർഫ്ലൈയുടെ മെറ്റമോർഫോസിസ് അതെങ്ങനെയാണ് നടക്കുന്നത്? എഗ്, പ്യൂപ്പ, ലാർവ, പ്യൂപ്പ ആവുന്നു, പിന്നെ ബട്ടർഫ്ലൈ. അതെ, അതിനൊരു ടൈം എടുക്കും അല്ലെ? അത് ആ പ്യൂപ്പ സ്റ്റേജിൽ പോയി കുത്തു കൊടുത്ത് അതിനെ പുറത്തേക്ക് വരയ്ക്കുക. അതിന്റെ അത്ര ബ്യൂട്ടിഫുൾ വിങ്സ് ആയിട്ട് അത് വരൂ? ഇല്ല ഇല്ല, അത് എന്താ പറയാ, ചത്തു. ചിലപ്പോ ഒരു സൈഡിലെ ചിറക് ഇത്തിരി ആയിട്ടുണ്ടാവുള്ളൂ, മറ്റേ സൈഡിലായിട്ടുണ്ടാവില്ല. അപ്പൊ ശരിക്കും അത് ഫുൾ എഫേർട്ട് എടുത്ത് ആ പ്യൂപ്പ പൊട്ടിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് ബ്യൂട്ടിഫുൾ വിങ്സ് ഉള്ള ബട്ടർഫ്ലൈ ആയിട്ട് അത് പറന്നു പോകുന്നത്. സെയിം തന്നെയാണ് സെൽഫ് കൺസ്ട്രക്ഷൻ വരുന്നത്. സർവേ ചെയ്യാൻ കഴിയില്ല. അതന്നെ, ആ ഒരു സർവൈവൽ നടക്കണമെങ്കിൽ തന്നെത്താനെ ഉണ്ടായി എന്ന് വരണം അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ അപ്പൊ ആ ഒരു കാറ്റർപില്ലർ അത് കുറെ ഇതിനകത്ത് ഒരു ഡച്ച്
ഒരു സയന്റിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നുമില്ല, അദ്ദേഹത്തിന്റെ ആ ഒരു ഒബ്സർവേഷൻ, ആ ഈ ബട്ടർഫ്ലൈയുടെ ആ മെറ്റമോർഫോസിസ്, അതുമായിട്ട് മറിയാ മോണ്ടിസോറി, അദ്ദേഹം പറഞ്ഞ ഒബ്സർവേഷനുമായിട്ട് മറിയാ മോണ്ടിസോറി കുട്ടികളുടെ ഡെവലപ്മെന്റിനെ, അവർ സെൽഫ് മെയ്ഡ് ആകുന്നതിനെ പറയുന്നുണ്ട്. അതായത് കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, അത് അവനെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മളുടെ സപ്പോർട്ട് അവിടെ വേണ്ട, ലെറ്റ് ഹിം ഡു ബൈ ഹിംസെൽഫ് എന്നുള്ള രീതിയിലാണ് മറിയാ മോണ്ടിസോറി എപ്പോഴും പറയുന്നത്. അപ്പൊ ആ ഒരു സെൻസിറ്റീവ് പീരീഡ് ബട്ടർഫ്ലൈയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാറ്റർ പില്ലറ് ഈ മുട്ടയിടുന്നത് ഇപ്പോഴും ഏത് മരമാണ് എന്നുള്ളത് ഉദ്ദേശിച്ചു. ഈ മുട്ടയിടുമ്പോൾ തന്നെ അതിനൊരു അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ മുട്ട വിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് എന്താ പറയാ, ഈ നല്ല ടെൻഡർ ലീവ്സ് കിട്ടണം. അതിനനുസരിച്ച് ഈ കാറ്റർപില്ലർ ആ മരത്തിന്റെ ഏറ്റവും ടോപ്പിലുള്ള ബ്രാഞ്ചിലേക്ക് പോകണം, സൺലൈറ്റും വേണം. അപ്പൊ ആ ഒരു രീതിയിൽ പോയിട്ടാണ് ഈ മുട്ടയിടുന്നത്. ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങള് ആ ഒരു സൺലൈറ്റും കിട്ടും, അവർക്ക് ആ ടെൻഡർ ലീവ്സ് കിട്ടും കഴിക്കാനായിട്ട്. അത് മാക്സിമം കഴിച്ച് അവർ പിന്നെ പ്യൂപ്പ അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ ലൈറ്റുമായിട്ട് സെൻസിറ്റീവ് ആണ് കാറ്റർപില്ലേഴ്സ്, ലൈറ്റ് അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ അവര് ആ ലൈറ്റ് കാണുന്ന ഭാഗത്തേക്ക് മൂവ് ചെയ്ത് അവിടെയുള്ള ടെൻഡർ ലീവ്സ് ഉള്ള ബ്രാഞ്ചിന്റെ അവിടെ പോയി ഈ മുട്ടയിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ തന്നെയാണ് കുട്ടികളും. എന്തിനോടൊക്കെയാണോ സെൻസിറ്റീവ് ആയിട്ടുള്ളത് അത് അവരുടെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നു എന്നാണ് മറിയാ മോണ്ടിസോറി പറയുന്നത്. ഇപ്പൊ ഡി വ്രീസ് എന്ന് പറഞ്ഞ ഒരു ഡച്ച് സയന്റിസ്റ്റ്, അദ്ദേഹം ഈ ബട്ടർഫ്ലൈയുടെ മെറ്റാമോസിസ്, ബട്ടർഫ്ലൈക്ക് രൂപപരിണാമം സംഭവിക്കുന്ന പോലെ തന്നെ മനുഷ്യർക്കും സംഭവിക്കുന്നു എന്ന് തന്നെയാണ് മറിയാ മോണ്ടിസോറി പറഞ്ഞത്. സെയിം തന്നെ നമ്മളും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവണം ആ ഒരു മെറ്റാമോസിസ്. അപ്പോ ഇതിനെ പല രീതിയിൽ ആളുകൾ ഈ ഒരു ബട്ടർഫ്ലൈയുടെ മെറ്റാമോസിസിനെ പറഞ്ഞിട്ടുണ്ട്. അതായത് പുഴു പ്രവണതകളെല്ലാം ഉപേക്ഷിച്ച് ചിത്രശലഭമായി മാറുന്നു എന്നുള്ളതും അങ്ങനെയും ഒരു കൺസെപ്റ്റില് ആളുകൾ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു തീമായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് നമ്മളും നമ്മളുടെ പുഴുപ്രവണതകളൊക്കെ മാറ്റി ഒരു പൂമ്പാറ്റയായിട്ട് നമ്മൾ പറക്കണം എന്ന് പറഞ്ഞു. അതിനെ ക്രിട്ടിസൈസ് ചെയ്തവരുണ്ട്. ഒരു ബട്ടർഫ്ലൈക്ക് ആയുസ് കുറവല്ലേ, അപ്പൊ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ബട്ടർഫ്ലൈയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. കാരണം ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇതുപോലെ ബട്ടർഫ്ലൈയെ ഭയങ്കര എൻഹാൻസ് ചെയ്തിട്ടാണ് ആ ഒരു ട്രെയിനിങ് പറഞ്ഞത്. ഞങ്ങളുടെ ഒരു സാറ് പറഞ്ഞു, ശരിക്കും ബട്ടർഫ്ലൈ പെട്ടെന്ന് ചത്തുപോകില്ലേ, അതിന് ആയുസില്ലല്ലോ, അപ്പൊ നമ്മളുടെ ഒരു മാറ്റം എന്ന് പറയുന്നതും ആയുസില്ലാണ്ടായി പോകില്ലേ, ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വാട്ട് എവർ ഇറ്റ് ബി, ഒരു കുട്ടി സെൽഫ് മെയ്ഡ് ആകുന്നത് ഏകദേശം ഇതുപോലെ തന്നെയാണെന്നാണ്, ബട്ടർഫ്ലൈയുടെ മെറ്റാമോസിസ് സംഭവിക്കുന്ന പോലെ തന്നെയാണ് എന്നാണ് പറയുന്നത്. കാരണം വൺസ് അത് ബട്ടർഫ്ലൈക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇത് ആ പ്യൂപ്പയിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അത് ഫുള്ളി ഡെവലപ്പായി പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതിന് ആർക്കും അതിനെ വഴി കാണിക്കേണ്ട ആവശ്യമില്ല. അത് എത്ര ഉയരങ്ങളിലേക്കും പറക്കും, ഏത് പൂക്കളിൽ പോയിരിക്കും, ആരും പോയി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ മനുഷ്യൻ തന്നെത്താൻ അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ചെയ്തോട്ടെ, അവൻ സെൽഫ് മെയ്ഡ് ആയിക്കോട്ടെ. ഇതാണ് മറിയാ മോണ്ടിസോറി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അവൻ ശരിയായ രീതിയിലാണ് പോകുന്നതെങ്കിൽ എന്നാണ്. ഓക്കെ, സോ അതുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരുവാണെങ്കിൽ യു ക്യാൻ ആഡ് മോർ. അപ്പൊ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത് കുട്ടികളുടെ ലൈഫിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടൈം തന്നെയാണ്. കാരണം നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവർ എൻവയോൺമെന്റിലെ പല കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നു. ആസ് ആൻ അഡൾട്ട് നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ കാഴ്ചകൾ അവർ കാണുന്നു. അവരുടെ പെർസ്പെക്റ്റീവ്, അവർ കാണുന്ന അവരുടെ കണ്ണുകളിലൂടെയുള്ള കാഴ്ച അത് വേറെ ആയിരിക്കും. അത് അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളുമായിരിക്കും. അപ്പോൾ സെൻസിറ്റീവ് പീരീഡ് കുട്ടി നോളജ് അക്വയർ ചെയ്യുന്നു ഫ്രം ഹിസ് സറൗണ്ടിങ്സ്, പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. ഇപ്പൊ ഉറുമ്പും കഴിഞ്ഞ ക്ലാസ്സിൽ കമന പറഞ്ഞ പോലെ ആരോ പറഞ്ഞല്ലോ, ഉറുമ്പ് പോകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതും ഒരു തുമ്പി ഒരു പൂവിൽ നിന്നും മറ്റേ പൂവിലേക്ക് ചാടിപ്പോകുന്നതും ഒക്കെ, അത് അതിന്റെ ഓരോ മൂവ്മെന്റും അങ്ങനെയുള്ളതൊക്കെ കുട്ടികൾ നോക്കും, എന്താ സംഭവിക്കുന്നത്, കിളികളുടെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കും, അങ്ങനെ
ഓക്കെ. പിന്നെ അതുമല്ല ഇവർക്കൊരു ഓർഡർ ഉണ്ടാവുന്നതും ത്രൂ എൻവയോൺമെന്റിൽ തന്നെയാണ്. ഒരു റൂമിനകത്ത് അടച്ചു വെച്ചിരിക്കുന്ന കുട്ടിക്ക് ഡേ എങ്ങനെയാണ്, നൈറ്റ് എങ്ങനെയാണ്, സന്ധ്യ ആവുമ്പോ എങ്ങനെ ഇരിക്കും ഒന്നും മനസ്സിലാവില്ല. ഒരു എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആയ കുട്ടിക്ക് ആ ഓർഡർ അറിയാം. രാവിലെ എണീക്കുമ്പോ ഇതാണ് എന്റെ പുറത്തുള്ള അവസ്ഥ, നല്ല വെളിച്ചം. ഉച്ചയൊക്കെ ആകുമ്പോ ഭയങ്കര ചൂട്, വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇരുട്ടായി വരുമ്പോഴേക്കും അതിനറിയാം സന്ധ്യയായി. അപ്പൊ അതിന് എൻവയോൺമെന്റിൽ നിന്നാണ് ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡർ കുട്ടിക്ക് കിട്ടുന്നത്. റൂമിനകത്ത് അടച്ചിട്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഇത് മനസ്സിലാകുകയുണ്ടാവില്ല. അപ്പൊ ആ ഒരു ഓർഡർ അവർക്ക് കിട്ടുന്നു. അപ്പൊ സെൻസിറ്റിവിറ്റി 6 സെൻസിറ്റീവ് പീരീഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് വണ്ണാണ് ഈ ഓർഡർ. ഹി നോസ് ദ ഓർഡർ. ഓരോ ഓർഡറും അവനറിയാം. അപ്പം വൈകുന്നേരമായി എത്ര സന്ധ്യയാകുമ്പോ ചിലപ്പോ പപ്പ ജോലി കഴിഞ്ഞ് വരുന്ന സമയമായിരിക്കാം. കുട്ടികൾ പറയുന്നത് കേട്ടിട്ടില്ലേ, വൈകുന്നേരം ആയാലോ പപ്പ എന്താ വരാത്തെ. ലൈക്ക് അവർക്ക് ആ ഓർഡർ അറിയാം. രാവിലെ പപ്പ പോകുന്നു ജോലിക്ക്, വൈകിട്ടാകുമ്പോ എത്തണം. ആളെ കാണാൻ ഇച്ചിരി വൈകുമ്പോ അവർക്ക് ക്ലോക്കിൽ നോക്കി സമയമൊന്നും നോക്കാൻ അറിയില്ലായിരിക്കാം, പക്ഷെ അവർക്ക് ആ ടൈം, ആ ഓർഡർ അറിയാം. ഇങ്ങനെ വൈകിട്ട് ഈ സമയത്ത് വരും, ഉച്ചയ്ക്ക് നേരത്തെ വന്നോ. ഇങ്ങനെ സംസാരിക്കുന്ന ആ കുട്ടികളാണെങ്കിൽ 3 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ഇന്നെന്താ പപ്പ നേരത്തെ, അങ്ങനെ അവർ ചോദിക്കും. അപ്പൊ ഇവര് എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആവുമ്പോഴാണ് ഇവർക്ക് ആ ഓർഡർ സിസ്റ്റമാറ്റിക് ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് അവരവരുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ട്, അത് സെൻസിറ്റീവ് പീരീഡ് ആണ്, 5 സെൻസസ് യൂസ് ചെയ്തിട്ട് അവര് പഠിക്കുന്നു പല കാര്യങ്ങളും. പിന്നെ സോഷ്യലൈസ് ചെയ്യുന്നു. സെൻസിറ്റിവിറ്റി ഫോർ സോഷ്യൽ ഇൻട്രസ്റ്റ്, അവരുടെ സോഷ്യൽ സ്മൈൽ അവർ സോഷ്യലൈസ് ചെയ്യുന്നു. അവരുടെ ഏജിലുള്ളവരുമായിട്ടും അവരുടെ കെയർ ഗിവർ ആരാന്ന് അവർക്കറിയാം, അവർ സ്ഥിരം കാണുന്ന ആളുകളെ അറിയാം. അങ്ങനെയുള്ള രീതിയിലുള്ള സോഷ്യൽ ഇൻട്രസ്റ്റ്, കളിക്കാൻ ഇങ്ങനെ മറ്റു കുട്ടികളായിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ ലാംഗ്വേജിന്റെ സെൻസിറ്റിവിറ്റി ഫോർ ലാംഗ്വേജ്, കേൾക്കുന്നതെല്ലാം അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിക്കഴിഞ്ഞാൽ അവർ ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ വാക്കിംഗ്, എണീച്ച് നടക്കാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ കാണുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. നമ്മൾ കാണാത്ത പലതും അവർ കാണും. ഞാൻ ആദ്യം കുട്ടികൾ ചെറുതായിരുന്ന സമയത്ത് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നാണ് ഫ്ലോറ്, ഈ പണ്ടത്തെ മൊസൈക്ക് ഇല്ലേ, അതാണ് കുറെ കുഞ്ഞു കുഞ്ഞു ചിപ്സ് അല്ലേ, ഇവർക്ക് അറിയില്ലല്ലോ ഇത് എന്ത് സാധനം. മണിക്കൂറുകൾ ഇരുന്ന് അതിങ്ങനെ കിള്ളിക്കൊണ്ടിരിക്കും എടുക്കാനായിട്ട്. അപ്പൊ മൈന്യൂട്ട് ഒബ്ജക്ട്സ് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു സെൻസിറ്റിവിറ്റി. നമ്മൾ പറയില്ലേ, നമ്മള് കാണാത്ത പലതും അവര് ഫ്ലോറിൽ നിന്ന് പറക്കിക്കൊണ്ട് വരും. അതിപ്പോ കടുക് പണിയാണെങ്കിൽ കൂടിയും അവരുടെ കണ്ണിൽ അത് പെടും. മൈന്യൂട്ട് ഒബ്ജക്ട്സിനോട് ഇവർക്ക് ഭയങ്കര സെൻസിറ്റിവിറ്റി ആയിരിക്കും. ഈ പറഞ്ഞ 6 പീരീഡും സെൻസിറ്റീവ് പീരീഡിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് അടുത്ത ഒരു ഭാഗത്ത് വരുന്നത്. ഞാൻ 6 ഉണ്ട്. നിങ്ങൾക്ക് 6 പേർക്ക് ആർക്കെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് റീഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്ന് തുടങ്ങി നോക്കണം. കാരണം ചിലപ്പോൾ മറ്റു ടീച്ചേഴ്സിന്റെ പോർഷൻ തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ക്ലാസ്സിലൊക്കെ വരും. ഓക്കെ ആണോ? ഒറ്റ ക്ലാസ് കൊണ്ട് 6 പീരീഡ് വെക്കാം. ഞാൻ എന്തായാലും ഇപ്പൊ ഇത് നിർത്തുവാണ്. എന്നിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത 6 പേര് ആരാന്നും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരാൾ തന്നെ 2-3 പേര് തന്നെ ഒരേ പീരീഡ് തന്നെ സെലക്ട് ചെയ്താലോ. 6 പേര് ആരൊക്കെയാണ് ഏറ്റവും അടുത്ത ക്ലാസ്സിൽ, ഇപ്പൊ നാളെ ആവാം മറ്റന്നാളാകാം എന്നാന്നൊക്കെ ഉറപ്പില്ല. ഏത് ടീച്ചറിന്റെ ക്ലാസ് ഫ്രീ ആയിട്ടുള്ളത് ഞാൻ ഫ്രീ ആവുമ്പോഴാണല്ലോ എനിക്ക് കയറാൻ പറ്റുള്ളൂ. യെസ്, റെഡിയാണോ? അങ്ങനെ എന്തായാലും ഇന്ന് ഷോർട്ട് നോട്ടീസിലാണ് ഇൻഫോം ചെയ്തതാണ്. ഞാൻ ഇനി ക്ലാസ് ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു 6 പീരീഡ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ചെയ്തു വരാൻ പറ്റുന്ന ആരൊക്കെയാണെന്നും ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒന്ന് പറയാം. 2 പേര് ചേർന്ന് ഒരു പീരീഡ് പറയാമോ? അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. ഓക്കെ പ്ലീസ്. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തേക്ക്. മാം ഫസ്റ്റ് പീരീഡ് ഞാൻ പറയാം. കാരണം ഗ്രൂപ്പിൽ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് വിട്ടുപോകും. ബാക്കി ആരൊക്കെയാണ്? അർച്ചനയല്ലേ? അതെ അതെ. സെൻസിറ്റിവിറ്റി ടു ഓർഡർ അത് ഞാൻ ചെയ്യാം. ബാക്കി നോക്കിയപ്പോ അർച്ചന ഫസ്റ്റ് പീരീഡ് പറഞ്ഞു സെൻസിറ്റിവിറ്റിയിലെ. സെക്കൻഡ് ഞാൻ പറയാം 5 സെൻസസിന്റെ. മസ്രിഫ് 5 സെൻസസ്. ഞാൻ പറയാം. ഷീബയാണോ? ഷീബ 3rd വൺ ആണോ? സോഷ്യൽ ഇൻട്രസ്റ്റ്. ഫാത്തിമ എന്തോ പറയണമെന്നോ?
ഫോർത്ത് ഞാൻ പറയാം. ഞാൻ പറയാൻ പറഞ്ഞിരുന്നു. ഫാത്തിമ 4 പറഞ്ഞു. പിന്നെ ആരാ? കമർനസി ആണോ? ശബ്ദം കേട്ടുള്ളൂ. ആരായിരുന്നു പറഞ്ഞു? പിന്നെ ഫാത്തിമ 4 പറഞ്ഞു. ഫിഫ്ത്ത് അപ്പൊ വേണമെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയാം. 5th ജ്യോതി. യെസ്, വാക്കിങ്ങിന്റെ സെൻസിറ്റിവിറ്റി. 6th വൺ ഇനി സ്മോൾ മൈന്യൂട്ട് ഓബ്ജക്ട്. ഞാൻ പറയാം. ബാക്കിയുള്ള 6th ആരായിരുന്നു അത്? ആയിഷ. ആയിഷ. ഓക്കെ, ആയിഷ. അപ്പൊ ബാക്കിയുള്ളവര് എല്ലാം നോക്കുക. നിങ്ങൾ ഇവരിത് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്കും കുറെ ആഡ് ചെയ്യാനുണ്ടാവും. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം കൂടുതൽ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഉൾപ്പെടുന്ന ബാക്കി എല്ലാവരും കൂടെ ആഡ് ചെയ്യാം അതിന്റെ കൂടെ. സോ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു റിവൈസിന്റെ ആവശ്യം വരില്ല ഇങ്ങനെ സെഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. സോ ഞാൻ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വൺ, അതായത് സെൻസിറ്റീവ് ഓർഡർ അർച്ചന. ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്. ആരായിരുന്നു പറഞ്ഞത്? സോഷ്യൽ ഇൻട്രസ്റ്റ് ഷീബയാണോ? സോഷ്യൽ ഇൻട്രസ്റ്റ് ആരായിരുന്നു? ഓക്കെ, you know the person. Okay, then language ഫാത്തിമയാണോ? ഫോർത്ത് വൺ ഞാൻ. ഓക്കെ, ഫൈൻ. then walking ഞാനാണ് മാം. പിന്നെ മൈന്യൂട്ട് ഒബ്ജക്ട്സ് ആരായിരുന്നു പറഞ്ഞേ? ആയിഷ ആണോ? ആയിഷ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തെന്ന് ഇതാണ് പറയുന്നത്. ബാക്കിയുള്ളവർ അതെല്ലാം റീഡ് ചെയ്ത് നമ്മൾക്ക് മാക്സിമം അതിലേക്ക് പോയിന്റ്സ് ആഡ് ചെയ്യാവുന്നത് ആഡ് ചെയ്ത് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, സോ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. സോ 3rd യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് തന്നെ കൊടുത്തേക്കാം. ഓക്കെ മാം, താങ്ക് യു. മാം എന്തോ ഞാൻ വാട്സാപ്പിൽ മാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 5th റെക്കോർഡിന്റെ എന്റെ പേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? മെസ്സേജ് ക്ലാസ് കഴിഞ്ഞിട്ട് റിപ്ലൈ തരാൻ ഉദ്ദേശിച്ചായിരുന്നു. 10 പേജ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ ഓർത്തൊരു 4-5 പേജൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റ് റെക്കോർഡിൽ അത്രയും പേജ് ഉണ്ടാവുമല്ലോ. അതെടുത്തിട്ട് അതിലെഴുതി ജസ്റ്റ് ആ ഒരു ബാക്ക് സൈഡ് ഇങ്ങനെ ഒട്ടിച്ച് പോയാൽ അത് നല്ല സെക്യൂർ ആയിട്ടിരിക്കും. പക്ഷെ 10 ആവുമ്പോ ഇച്ചിരി മോശമാവോ അങ്ങനെ ഒട്ടിക്കുന്നത്? വേറെ റെക്കോർഡിലേക്ക് മാറ്റി എഴുതാൻ പറ്റുമോ? എഴുതിയാ മതി, എന്നിട്ട് തസ്നി അത് ഓർത്താ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ റെക്കോർഡിലെ ബാലൻസ് പേജിലുള്ളതിലേക്ക് ഞാൻ എഴുതിക്കോട്ടെ എന്നാ? എഴുതിക്കോളൂ, ഒരു ബുക്ക് മാർക്ക് വെച്ചേക്കണേ. ഓക്കെ മാം, താങ്ക് യു. ഹലോ, ഇന്ന് ഏത് ക്ലാസ് എടുത്തേ? ഞാൻ ക്ലാസ്സിൽ കയറാൻ വൈകിപ്പോയി. Self construction.